പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അറുഹയുടെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന വാക്യങ്ങൾ ചിലത് നമ്മൾ പഠനവിധേയമാക്കി. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ളതായ പഠനങ്ങൾ സർവ്വലോകത്തിലെയും ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സമൂഹം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ഈ ഭൂമിയിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ, വിശുദ്ധന്മാരെ എടുത്തുകൊണ്ട് പോകും എന്ന ചിന്തയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചും കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ഞാനത് ഒരു ഗ്രേ പാർട്ടായിട്ട് ഒന്ന് മാറ്റിവെച്ചിരുന്ന, കാരണം അത് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ എന്തോ നമ്മൾ നേരത്തെ പഠിച്ച പോലെ പരിശുദ്ധാത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ജ്ഞാനത്തിന്റെ ആലോചനയുടെ ആത്മാവ് ഇങ്ങനൊരു പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊരു പഠനത്തിലേക്ക് നടത്തുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സുകള് കേട്ട ധാരാളം ആളുകള് വളരെ റാഡിക്കലായിട്ട് മാറിയത് ദൈവത്തിന് കൃപയാൽ സാക്ഷ്യമായിട്ട് കേൾക്കാൻ പറ്റി. അതിന് ഞാൻ കർത്താവിനെ ഒരുപാട് സ്തോത്രം ചെയ്യുന്നു. എന്നോട് കൂടെയുള്ള നിങ്ങളെല്ലാവരും ഈ ഒരു ശുശ്രൂഷയുടെ പങ്കാളികളായതുകൊണ്ട് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളും കൂടെ പങ്കാളികളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വാക്യത്തിനകത്ത് ഒരു പ്രധാന കാര്യം എടുക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ഇത്തിരി സൂക്ഷ്മമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. കാരണം ഈ വിഷയങ്ങൾ വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് എന്ന നിലയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. മാറ്റി പറയാനൊന്നും നമുക്ക് സമയമില്ല. കാരണം പണിത് പോവുകയാണ്. ഫൗണ്ടേഷനിൽ ഇടേണ്ട കല്ല് അയ്യോ മാറിപ്പോയി, ഇനി പിന്നെ ഇടാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പം ഇടേണ്ടത് കൃത്യമായിട്ട് ഇട്ട് തന്നെ നമുക്ക് പോകണം. അതുകൊണ്ട് ഈ ചില വാക്യങ്ങൾ നമ്മൾ നന്നായിട്ട് തന്നെ എടുക്കണം. 13 മുതലുള്ള വാക്യങ്ങൾ: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാര്യം പഠിച്ചു. 14-ാം വാക്യം: യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അതും ആ വിഷയം ആ വാക്ക് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. 15-ാമത്തെ വാക്യം: കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം. നിങ്ങൾ എഴുതണം, ഈ പൗലോസ് ഇത് പ്രവചനമൊന്നുമല്ല, പൗലോസിന്റെ പ്രവചനമല്ല. പൗലോസ് അവരുടെ ഫ്യൂച്ചറിലൊക്കെ, അതായത് തെസ്സലോനിക്ക സഭയുടെ ഭാവിയിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ ഓഡിയൻസ് റെലവൻസ് ഉണ്ട്. ഈ ആരോട് സംസാരിക്കുന്നു എന്നതിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അത് ഒരു പ്രവചനം പോലെ അങ്ങ് ഇട്ട് കൊടുത്തേക്കല്ല. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ശേഷിക്കുന്ന നാം എന്ന പരാമർശം അവിടെയുണ്ട്. ആ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഇനി നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. ആ വാക്കൊന്ന് അടിവരയിടണം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയും. കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയും. അപ്പൊ ഇത് പൗലോസിൻ്റെതായിട്ടുള്ള ഒരു എസ്കറ്റോളജി അല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പൗലോസ് പ്രവചനാത്മാവിലും പറയുക. പൗലോസ് കർത്താവിന്റെ വചനത്തെ പഠിച്ച് അതിന്റെ ബേസിലാണ് സംസാരിക്കുന്നത്. കർത്താവോ പ്രവാചകന്മാരുടെ
പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതായ വാക്തത്വത്തിന്റെ ശുശ്രൂഷകനാണ്. ആ വാക്യം നിങ്ങൾ മറക്കരുത്. ക്രൈസ്റ്റ് ആരാണ്? റോമാലേഖനം 15:8. കർത്താവ് വാക്തത്വങ്ങളുടെ, അതായത് പിതാക്കന്മാർക്ക് ലഭിച്ച വാക്തത്വങ്ങളുടെ ശുശ്രൂഷകനാണ്. അപ്പൊ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ പറഞ്ഞിരിക്കുന്നതായ വാക്യങ്ങൾ, അതായത് കർത്താവ് തൻ ഗംഭീരനാഥം, പ്രധാനത്തിന്റെ ശബ്ദം, മരിച്ച ഇതൊക്കെ, ഈ കാര്യങ്ങൾ കർത്താവിന്റെ വചനമാണ്. ഇത് കർത്താവ് യേശു പറഞ്ഞ വചനമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അതിനകത്ത് ആദ്യമായിട്ടൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാം. ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റിസറക്ഷൻ ഓഫ് ഇസ്രായേൽ. എന്തിനാണ് അവരെ റിസറക്ട് ചെയ്യുന്നത്? ഫോർ റീമാരേജ്. അതാണ് അവിടുത്തെ പ്രധാന പ്രമേയം. അവരെ ഉയർപ്പിച്ച് വീണ്ടും മാരേജ് ചെയ്യണം. അപ്പം റിസറക്ഷൻ നടക്കുന്നിടത്ത് തന്നെ എന്ത് ചെയ്യണം? മാരേജ് നടക്കണം. അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഈ മാരേജ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാരേജ് നടക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 20 ഉയർപ്പ് നടക്കുന്നത്. ആ ഉയർപ്പ് നടന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം. യെരുശലേമിന്റെ നാശം ഉണ്ടായി. അപ്പം യെരുശലേമിന്റെ നാശം ഉണ്ടായി, മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ടായി, കല്യാണം, മാരേജ് നടന്നു. അപ്പം യേശു കർത്താവ് ജഡ്ജ്മെന്റ് ചെയ്യുകയും ചെയ്തു. അവൻ രാജാവായി കിങ്ഡം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഈ കാര്യങ്ങളാണ് നമ്മുടെ ഇതിനകത്ത് പ്രധാനമായിട്ട് ലഭ്യമാകുന്നത്. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട റിസോഴ്സസ് ആണ് നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളിൽ നിന്ന് ശാന്തമായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പറഞ്ഞതായ കാര്യങ്ങൾ, അവന്റെ പ്രഭാഷണങ്ങൾ, അവൻ പറഞ്ഞ വചനങ്ങൾ മറ്റൊരു നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കുക. നമ്മൾ ഇന്ന് ആ കമ്പാരിസൺ ഒന്ന് നോക്കും. നമ്മുടെ ഈ സെഷന്റെ ലാസ്റ്റിൽ നമുക്കത് മനസ്സിലായി. അതായത് തെസ്സലോനിക്ക ലേഖനത്തില് പൗലോസ് പറഞ്ഞിരിക്കുന്ന പദങ്ങൾ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞതായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു കമ്പാരിസൺ ഉണ്ട്. അത് ഞാനിത് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കരുത്, നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഞാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത് ഒരുപക്ഷെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഡെലിവറിയാണിത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. നമ്മളൊരു മുൻവിധി കൂടാതെയാണ് തിരുവെഴുത്തുകളെ സമീപിച്ചിരിക്കുന്നത്. ആരൊക്കെയോ പഠിച്ചതും കേട്ടതും ഒക്കെ അങ്ങനെയാണ് നമ്മൾ പോയത്. ഈ 150 വർഷത്തിന് മുമ്പ് ക്രിസ്തുവിന്റെ സഭയിൽ വന്നുകൂടിയ ഏറ്റവും വലിയ എറർ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, ദ ഗ്രേറ്റസ്റ്റ് എറർ ഇൻ ദ വേൾഡ് ടുഡേ. നമ്മുടെ ക്രിസ്ത്യാനികൾ ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അബദ്ധം, ഏറ്റവും വലിയ കള്ളത്തരം, ഏറ്റവും വലിയ ചതി യേശു വരുന്നു എന്ന് പറയുന്നത്. മറിച്ച് യേശു വന്ന് അവന്റെ മഹാരാജ്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന വലിയ യാഥാർത്ഥ്യത്തെ, അതിന് ഞാൻ എന്താ പറയണമെന്ന് അറിയില്ല. അതായത് ദൈവത്തിന്റെ ഓപ്പൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയം, ആ ഹൃദയമാണ് നമ്മൾ നമ്മുടെ ധാർഷ്ട്യം കൊണ്ട്, മതം കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാനായിട്ട് കഴിയത്തില്ല. കാരണം 1830 സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തെ ഒരു സഹോദരി, 16 വയസ്സുള്ള ഒരു പെണ്ണ്, മാർഗ്രറ്റ് എന്ന് പറയുന്ന ഒരു പെൺകൊച്ചിന് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അവൾ എന്താ കണ്ടെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിന്റെ വരവും അതിന് 2 ഘട്ടമെന്നൊക്കെ കണ്ട് എന്തോ ആ പെൺകൊച്ച് കാണിച്ച എന്തോ ഒരു ഹാലൂസിനേഷൻ ആണ്. ആ ഒരു 15 വയസ്സുകാരി പെൺകൊച്ച് കണ്ട ഒരു ദുർസ്വപ്നം, അല്ലെങ്കിൽ എന്തോ ഒരു സ്വപ്നം. ആ പഠനത്തെ അവളുടെ ചർച്ചിലെയോ അതുമായിട്ട് ബന്ധപ്പെട്ട ജോൺ നെൽസൺ ഡാർബി എന്ന് പറയുന്ന വേദപണ്ഡിതൻ, അദ്ദേഹം ഒരു ബാപ്റ്റിസ്റ്റ് സഭയുടെ ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം അതെടുത്തിട്ട് വേദപുസ്തകത്തെ യുഗങ്ങളായിട്ട് തിരിച്ചു. ഇത് 1830 ശേഷം 1850 ആയപ്പോഴേക്കും ഡാർബിയുടെ ഒരു വലിയ പഠനം രംഗത്ത്. ആ പഠനത്തിലാണ് യേശുവിന് രഹസ്യമായിട്ട് വരും, അങ്ങനെ റാപ്ചർ തിയറി ക്രിസ്തീയ ലോകത്ത് വന്നത് 1850. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ദാക്ഷിണ്യവും ഇതിന് കാണിക്കേണ്ട ആവശ്യമില്ല. വെറും 1850 ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്ന ഒരു തെറ്റിദ്ധാരണ, ഒരു എറർ. അതിനു മുമ്പുള്ള 1800 വർഷം ഒരു ക്രിസ്ത്യാനിയും ആരും തന്നെ പ്രസംഗിക്കാത്തത്. ഇങ്ങനെ റാപ്ചർ ചെയ്തുകൊണ്ട് പോകും, അടിച്ചുകൊണ്ട് പോകും, പിന്നെ ഭൂമിയെ മൊത്തം കത്തിച്ചു കളയും, പിന്നെ പുതിയ ആകാശം, ഇങ്ങനെയുള്ള ഈ ലിറ്ററലി ഇത് കാണുന്ന ഈ പഠനം ഒരിക്കലുമില്ല. അതുകൊണ്ട് ഇതിനോടൊരു ദാക്ഷിണ്യം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് 100 വർഷത്തിന് മുമ്പ് ആരംഭിച്ച പെന്തിക്കോസ്റ്റൽ സഭ 150 വർഷത്തിന് മുമ്പ് ആരംഭിച്ച് ഇതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക.
കാതലായിട്ടുള്ള ഉപദേശമാണ്. അവരുടെ പഠനങ്ങളും പാട്ടുകളും എല്ലാം അങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മൾ വാസ്തവ ലക്ഷ്യത്തിന് തെറ്റിപ്പോയി. ഇന്നത്തെ ക്രിസ്ത്യാനിത്വം ഒരു ലക്ഷ്യവുമില്ലാത്ത, വാസ്തവത്തിൽ ദൈവത്തിന്റെ റിയാലിറ്റിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര വേദനയുണ്ട്. ഇങ്ങനൊരു സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നതിനകത്ത് എനിക്ക് സങ്കടമാണ്. ഇത് നമ്മൾ പഠിച്ചിരുന്നു, നമ്മളെ അങ്ങനെയാ പഠിപ്പിച്ചത് എന്ന് പറയുന്നതിനകത്ത് വേദനയുണ്ട്. ഞാൻ വികാരം കൊണ്ട് സമയത്തെ ഞാൻ കളയുന്നില്ല, നമ്മൾ വചനത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യമാണോ ഇത് എന്ന വിഷയത്തിലേക്ക് നമ്മൾ വീണ്ടും വരണം. അപ്പം ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 23, 24, 25 ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ 24-ാം അധ്യായത്തിലാണ് ഒലിവുമലയിലെ പ്രഭാഷണം. ആ പ്രഭാഷണത്തിന്റെ തുടർച്ചയാണ് 25. 25-ാം അധ്യായം അതിന്റെ കണ്ടിന്യൂഷൻ. ഒരിക്കലും അതിന് ഒരു ഗ്യാപ്പോ അതിനിടയ്ക്ക് ഒരു ഡിലേ ഒന്നുമില്ല. ഇത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. സോ അതിനു മുമ്പ് നമ്മൾ പറയാൻ അറിയേണ്ട വേറൊരു കാര്യം, ഈ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലാണ് ആബേലിന്റെ രക്തം മുതൽ യാഗപീഠത്തിൽ വെച്ച് നിങ്ങൾ കൊന്ന ബെറക്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കും. നിങ്ങളത് ആ ഭാഗം നിങ്ങൾക്ക് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ, നീതിമാനായ ആബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവരായ ബെറക്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞിരിക്കുന്ന നീതിയുള്ള രക്തമെല്ലാം ഈ തലമുറയുടെ മേൽ വരേണ്ടതാകും. എന്ത് ക്ലിയർ ആണെന്നറിയോ? ഈ തലമുറ, നമ്മൾ ഈ തലമുറ എന്നുള്ളതൊക്കെ ഈ വംശം നാക്കി ആ തലമുറയ്ക്ക് 2000 വർഷത്തെ നീളം കൊടുത്ത് എന്തെല്ലാം പൊടുപ്പും തൊങ്ങലും നമ്മൾ ചെയ്തു എന്ന് നിങ്ങൾ ഓർത്തോണം. ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇനി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തില് ഈ രക്തസാക്ഷികളുടെ രക്തം, വിശുദ്ധൻ കർത്താവിന്റെ വചന നിമിത്തവും തങ്ങളുടെ സാക്ഷ്യം ഹേതുവായിട്ട് മറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴെ കണ്ടു. അപ്പം ഇത് മാർട്ടിയേഴ്സിന്റെ ബ്ലഡാണ്. ഈ മാർട്ടിയേഴ്സിന്റെ ബ്ലഡിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മാത്രമല്ല, ഹാബേലിന്റെ രക്തം മുതൽ ബെറക്യാവിന്റെ മകനായ സക്കറിയാവിന്റെ രക്തം വരെ, അതൊരു പ്രൊഫറ്റിക്കലി കർത്താവ് സംസാരിക്കുക, അവിടെ വരെയുള്ള മുഴുവൻ രക്തവും ഈ തലമുറയോട് യോജിക്കുന്നു. അതിനകത്ത് ക്രിസ്തുവിന്റെ ശിഷ്യവൃന്ദവും ഉണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കണം. അപ്പൊ ഇവര് ഈ നിലവിളിയുടെ മറുപടിയായിട്ട് നമ്മൾ കാണുന്നത് 10-ാം അധ്യായത്തിലാണ്. 10-ാം അധ്യായത്തിലാണ് നമ്മൾ 7-ാമത്തെ കാഹളം, മഹാകാഹളം നമ്മൾ കേട്ടില്ല. ഇവിടെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദം, അതായത് ആ കാഹളം, അതേ കാഹളത്തെ കുറിച്ച് തന്നെയാണ് 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അന്ത്യകാഹളം, നാം പെട്ടെന്ന് നൊടിയിടയിൽ രൂപാന്തരപ്പെടും. അന്ത്യകാഹളം. ഈ അന്ത്യകാഹളം എന്നതിന് 1ഉം 2ഉം, അന്ത്യകാഹളം എ, അന്ത്യകാഹളം ബി എന്നൊന്നില്ല. മറ്റേ 7-ാം അവസാനത്തെ കാഹളം എന്നേ ഉള്ളൂ. ഈ അവസാനത്തെ കാഹളത്തിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ? ഇനി കാലം ഉണ്ടാകുകയില്ല. അപ്പൊ ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് ഇനി ഡിലേ ഉണ്ടാകത്തില്ല, ഇനി താമസമില്ലെന്ന്. അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ എന്ത് പറഞ്ഞേക്കുന്നു? അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. കർത്താവെ, ഈ വെഞ്ചൻസ്, ഈ ഞങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരോട് നീ പ്രതികാരം ചെയ്യണം എന്നുള്ള ദൈവത്തിന്റെ ആ തെറ്റ് ഇങ്ങനെ ചെയ്തവർക്ക് ആ രക്തത്തിന്റെ പക, അതിന്റെ പ്രതികാരം ദൈവം പ്രതികാരം ചെയ്യാൻ പോകും. ആ പ്രതികാരം ചെയ്യണമെന്ന് ഇങ്ങനെ നിലവിളിക്കുകയാണ് ഈ രക്തം. അപ്പോൾ അരുളപ്പാടുണ്ടായത് അല്പകാലം കൂടെ ഒന്ന് താമസിക്കാൻ പറയുന്നുണ്ട്. ആ അല്പകാലം കഴിയുകയാണ് എവിടെ 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ. ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ഇനി ഒരു ഡിലേ ഉണ്ടാകത്തില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന്. അവിടെയാണ് കിങ്ഡം ഓഫ് ഗോഡിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഞാൻ എന്താണ്, എനിക്കറിയത്തില്ല കർത്താവ് എന്താണ് ഇങ്ങനെ നമ്മുടെ ദൈവരാജ്യം എന്നൊരു വലിയ പഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനൊരു പഠനം ഇൻ ബിറ്റ്വീനിൽ വന്നതിന് ഒരു ഭയങ്കര ഉദ്ദേശമുണ്ട്. ഇത് കർത്താവിനാൽ സംഭവിക്കുന്ന വിശ്വസിക്കും. കാരണം നമ്മളൊരു വീട് പണിയുന്നുണ്ട്, ആ വീടിനകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ദൈവരാജ്യം എന്ന വിഷയം പഠിക്കുമ്പോൾ ദൈവരാജ്യം എന്താണെന്നും അതെങ്ങനെയാ വന്നതെന്നും നമ്മൾ അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇതൊരു ഭവനമാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഇതൊരു മാസ് കൺസ്ട്രക്ഷൻ ആണ്. ഈ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ വീടിന്റെ അകത്ത് നമ്മൾ രാജ്യത്തിന്റെ മഹിമയെ അനുഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രാധാന്യം ഉണ്ടെന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പം അവിടെയാണ്
ഏഴാമത്തെ കാഹളധ്വനി. അപ്പൊ നമ്മള് തെസ്സലോനിക്ക ലേഖനത്തില് പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, അതേപോലെ തന്നെ 1 കൊരിന്ത്യ ലേഖനം 15, അതും റിസറക്ഷനാണ്, മനസ്സിലാകണം. ഇവിടെയും റിസറക്ഷൻ ഉണ്ട് അവിടെ. അപ്പം 1 കൊരിന്ത്യ ലേഖനം 15 റിസറക്ഷനും അന്ത്യകാഹളത്തിലും, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന റിസറക്ഷനും ആ കാഹളത്തിലാണ്. അതേ കാഹളത്തിന്റെ സമയത്താണ് എവിടെ രക്തസാക്ഷികളുടെയും മറ്റും വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തത്തിന് ഇസ്രായേലിനോട് അല്ലെങ്കിൽ ഇസ്രായേലിന് പകരം ചോദിക്കുന്നത്. അപ്പം ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം, അത് 7-ാമത്തെ കാഹളത്തിൽ. ആ കാഹളത്തിന്റെ സമയത്താണ് ദൈവത്തിന്റെ മർമ്മം, ദ മിസ്റ്ററി ഓഫ് ഗോഡ്, പ്രവാചകന്മാരോട് മുന്നറിയിച്ച മർമ്മം. എന്താ മർമ്മം? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥരായി മാറുക എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ ജനതയ്ക്കും വേണ്ടി ആ രാജ്യത്തെ തുറന്നു കൊടുക്കുന്ന ആ വലിയ മർമ്മം, അതാണ് മർമ്മം. അതാണ് വിശുദ്ധന്മാർക്ക് മറഞ്ഞു കിടന്ന മർമ്മം. ആ മർമ്മം വെളിപ്പെടുന്നത് ഏതാ? ഈ 7-ാം കാഹളത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും കുറെ കാലം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ അന്ത്യകാഹളം ഉണ്ടാകുന്നതെങ്കിൽ ഇന്ന് വരെ ആ മർമ്മം വെളിപ്പെട്ടില്ല. നമ്മളാരും നന്നായിട്ടില്ല. ഇന്നും ദൈവം യഹൂദന്റെ കൂടെ തന്നെയാണ് നമ്മൾ പറയേണ്ടി വരും. ഒരുപാട് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയെ ഇളക്കിക്കളയും നമ്മളിതിനെ ഗൗരവമായിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ. യേശുക്രിസ്തു ഇനി വരാൻ പോകുന്നു എന്ന് ഒരാളങ്ങ് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നു. പിടിച്ചിരുത്തി തിരുവെഴുത്തുകളുടെ സത്യത്തെ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്താൽ ആ ആൾ വിശ്വസിച്ചത് മൊത്തം വെറും മൂടില്ല താളിയാണെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം പ്രസംഗിക്കുന്ന ഭാവിയിലെ ഈ വിഷയം അദ്ദേഹം പിടിച്ചു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തെ തച്ചുടയ്ക്കുന്നതാണ്. കാരണം ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന ഈ ശരീരത്തോടുകൂടെ മറ്റ് ജാതികളും ലോകം മുഴുവൻ ആ വഴി തുറന്നു കൊടുത്തത് ഈ 7-ാമത്തെ കാഹളത്തിന്റെ ധ്വനിക്ക് ശേഷമാണ്. ഈ കാര്യങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ഇന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാൻ പോകാം. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് ഈ മത്തായിയുടെ സുവിശേഷം 22-ലോട്ട് വന്നു. മത്തായിയുടെ സുവിശേഷം 22-ൽ അവിടെ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സാദൃശ്യം. ഇവിടെ ഒരു മാരേജിനെ കാണുന്നുണ്ട്, ഒരു കല്യാണവിന്. മത്തായിയുടെ സുവിശേഷം 25 നോക്കിക്കേ. 25-ൽ സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യം. അപ്പം 22-ാം അധ്യായത്തിൽ ഒരു മാരേജ് കാണുന്നു. ആ മാരേജിന്റെ സമയത്ത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും, എല്ലാ വിഭവങ്ങളും ഒരുക്കി അതായത് തന്റെ ദാസന്മാരെ അയച്ചും തന്റെ മുത്താഴം ഒരുക്കി തീർത്തു. എന്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് അറിയിച്ചു. അപ്പൊ ഓൾറെഡി നേരത്തെ ക്ഷണിക്കപ്പെട്ടവരെ വീണ്ടും അറിയിക്കുക, കല്യാണത്തെ അറിയിച്ചു. പല കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും ഒഴിവായി. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ, 6-ാം വാക്യം, ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കേ. അപ്പം പീഡിപ്പിച്ച് കൊല്ലുകയാണ്. ആരെയാ? കല്യാണത്തിന്റെ ക്ഷണം. അപ്പം എന്തായിരുന്നു ഇത്? അപ്പോസ്തലന്മാരെ കാണിക്കുന്നത്, കർത്താവിന്റെ ശിഷ്യന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ പിടിച്ച് കൊന്നുകളഞ്ഞു. എന്തായിരുന്നു അവർ പ്രസംഗിച്ചത്? ദാണ്ടെ വിവാഹം ഒരുങ്ങിയിരിക്കുന്നു, വരുവിൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും ഒരു സന്തോഷം വരുത്തുന്ന ഒരു മെസ്സേജാണ് കല്യാണത്തിന് വിളിക്കുക. ആ കല്യാണത്തിന് വിളിക്കുന്നവരെ പിടിച്ച് ഉപദ്രവിച്ചിട്ട് കൊന്നുകളയുക. അപ്പൊ രാജാവിന് എന്ത് കോപം വന്നു? രാജാവ് കോപിച്ചു, സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മൂടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. ഇത് കേൾക്കണം. അപ്പം കല്യാണം നടക്കുന്ന ആ സമയത്താണ്, കല്യാണം നിമിത്തമാണല്ല, കല്യാണത്തിന്റെ മുത്താഴം. ഇത് ശ്രദ്ധിക്കുക, കല്യാണത്തിന് മുത്താഴം ഒരുക്കിയിരിക്കുന്നു, അതിന്റെ സദ്യ ഒരുക്കിയിരിക്കുന്നു എന്ന ന്യൂസ് നെഗ്ലക്ട് ചെയ്ത് അത് പറഞ്ഞ ദൈവദാസന്മാരെ കൊന്നുകളഞ്ഞു. ആ കൊന്നു കളഞ്ഞതിന്റെ കോപമാണ് അവരുടെ പട്ടണത്തെ ചുട്ടുകളഞ്ഞു. അങ്ങനെയാണെങ്കിൽ AD 70 യെറൂശലേമിനെ ദൈവം തച്ചുടച്ചതിന്റെ മേൽ ന്യായവിധി അയച്ചതിന്റെ കാരണം കല്യാണത്തിന്റെ സദ്യ ഒരുക്കിയിട്ട് ക്ഷണിച്ചിട്ട് വരാത്തതാ. പിടികിട്ടിയോ? അങ്ങനെങ്കിൽ യെരൂശലേം നശിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം വിവാഹം നടന്നു കഴിഞ്ഞതാ. അതായത് ഇനി കർത്താവിന് വന്നിട്ട്, ഞാൻ ഇത് വീണ്ടും ആവർത്തിക്കുകയാണെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്കിത് ഒരു ധാരണ നിശ്ചയമായിട്ടും വന്നിട്ടുണ്ട്. ഞാൻ ബൈബിൾ വെച്ച് ചില കാര്യങ്ങളെ പ്രൂവ് ചെയ്യുക. അപ്പം
മാത്യു ചാപ്റ്റർ 22 പറഞ്ഞിരിക്കുന്ന മാരേജ് അത് ദൈവപുത്രന്റെ മാരേജ്. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, യെരൂശലേം ദേവാലയം തച്ചുടയ്ക്കപ്പെട്ടു. ആ യെരൂശലേം ദേവാലയം നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് കർത്താവ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഉള്ള കാലം വരുമെന്ന് മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞിരിക്കുന്നു. അപ്പൊ മത്തായിയുടെ സുവിശേഷം 24 യേശു ആ പട്ടണം തകർക്കപ്പെടും. ആ പട്ടണം തകർക്കപ്പെടുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് രാജാവിന്റെ പുത്രന്റെ വിവാഹത്തിന്റെ സന്ദേശം നിരസിക്കുകയും അയച്ചവരെ കൊല്ലുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം, ഇപ്പുറത്ത് മാരേജ് നടക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അന്ന് യെരൂശലേം, എനിക്കൊന്ന് വേദപണ്ഡിതന്മാർ, നമ്മുടെ ഇടയിലുള്ള ആളുകളുടെ കാര്യം ഇരിക്കത്തില്ല, വേദപണ്ഡിതന്മാരുടെ നല്ലൊരു കൂട്ടം ആളുകളും കൃത്യമായിട്ട് പറയുന്നു മത്തായിയുടെ സുവിശേഷം 24, മത്തായിയുടെ സുവിശേഷം 24, 25 ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ആണ്. പക്ഷെ ഫ്യൂച്ചറിസ്റ്റിക് വാദികൾ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലോകാവസാനം എന്നതിനെ ക്രിസ്തീയ ലോകത്തിന്റെ അവസാനമാണെന്ന് കാണിച്ചു. പക്ഷെ അത് ഈ യഹൂദന്റെ കാലത്തിന്റെ അവസാനമാണെന്നതിന് പകരം, അതായത് ന്യായപ്രമാണ കാലത്തിന് ഒടുക്കം എന്നവർ പഠിക്കേണ്ടതിന് പകരം അവർ നേരെ അങ്ങോട്ട് പോയി മത്തായിയുടെ സുവിശേഷം 24 36 മുതൽ 25 സമാപന വാക്യം വരെ എൻഡ് ഓഫ് ദ ക്രിസ്ത്യൻ ഏജ് ഇതാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ എല്ലാം 100,000 ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും ചോദിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ടും പറയുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളുകളാണ് മതങ്ങളിലുള്ളത് കൊണ്ടും ആരും ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ മണ്ടന്മാരാകേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്ക് തന്ന ബൈബിൾ, നിങ്ങൾക്ക് തന്ന അവകാശം, സ്വതന്ത്രമായിട്ട് പഠിക്കാനുള്ള അവകാശമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചുകൊണ്ട് അതിന്റെ പുറകെ പോകേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ സത്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ അപ്രിസിയേഷൻ കിട്ടുമെന്ന് തോന്നില്ല, നിങ്ങളെ ആരും മാനിക്കത്തില്ല. കാരണം അപ്രിയ സത്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കാരണം നിലവിൽ എസ്റ്റാബ്ലിഷ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വർഷങ്ങളായിട്ട് സ്ഥാപിച്ചു വെച്ചിരിക്കുക. കർത്താവിന് വരാൻ പോകുന്നു, കുഞ്ഞാടിന്റെ കല്യാണം നടക്കാൻ പോകുന്നു, ഒരു ഭയങ്കര ഉറപ്പോടെ പ്രസംഗിക്കുക. പക്ഷെ കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിച്ചവർ വരാത്തതുകൊണ്ടാണ് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞെന്നുള്ള സത്യം കിടക്കുക, പ്ലെയിൻ ട്രൂത്ത് കിടക്കുക. ഈ പ്ലെയിൻ ട്രൂത്ത് ഇവിടെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ 25-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന് നോക്കി, അവിടെ എന്താണ് കാണുന്നത്? അവിടെ നമ്മൾ കാണുന്നത് കന്യകമാർ, ദൈവരാജ്യം, അതും ദൈവരാജ്യമാണ്. ദൈവരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യം. ഇതെങ്ങനെ വ്യാഖ്യാനിക്കുക നമ്മൾ? 10 കന്യകമാർ, മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാർ, അത് കല്യാണ സമയല്ലേ? അത് മണവാട്ടിയാണോ? മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരാണ്. അത് ക്രിസ്തുവിന്റെ സഭയാണെന്ന് ഒരു സംശയം എന്നെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ഇല്ലാത്തവര്, എണ്ണ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് തീപ്പെട്ടികൾ തെളിയിച്ചു കൊള്ളുക, എണ്ണപാത്രം കവിഞ്ഞിട, ആ പാട്ടുണ്ടല്ലോ, തീപ്പെട്ടി തെളിയിച്ച് എണ്ണപാത്രം കവിഞ്ഞിടണം, കർത്താവ് വരാൻ പോവുക, ഏത് നേരത്തും വരും. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ചോദ്യം ചോദിക്കുക, ലോജിക്കൽ ഒരു ചോദ്യം. 22 കല്യാണത്തിന്റെ അത്താഴം, കല്യാണത്തിനുള്ള വിരുന്നൊരുക്കി, കല്യാണം ഒരുങ്ങിക്കഴിഞ്ഞു, അത്താഴം ഒരുങ്ങിക്കഴിഞ്ഞു, അത്താഴത്തിന് ക്ഷണിച്ചവർ വന്നില്ല, പട്ടണം ചുട്ടുകളഞ്ഞു. ആ പട്ടണം ചുട്ടുകളഞ്ഞതാണ് അവിടെ ഒരു കല്യാണം. എങ്കിൽ പിന്നെ ഈ 25-ാം അധ്യായത്തിലെ കല്യാണം വേറെയാണോ? അപ്പോ അത് യേശു ക്രിസ്തുവിന്റെ അനിയന്റെ കല്യാണമാണ്. ദൈവത്തിന് ഏകജാതനായ ഒരു പുത്രനല്ലേ ഉള്ളൂ, ഒറ്റ മോന്റെ കല്യാണമുണ്ട്, 2 മകനില്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു കല്യാണം നടന്നു, 25 വേറൊരു കല്യാണം നടക്കാൻ പോകുന്നു. അമ്മ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ എത്ര പുത്രന്മാരുണ്ട്? നിങ്ങൾക്ക് ആശയം മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ ഇത് തിരുവെഴുത്തുകളെ വ്യക്തമാക്കും. 22 കൊടുത്തിരിക്കുന്ന ആ കല്യാണം, പട്ടണത്തിന്റെ നാശം അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 19 യെരൂശലേമിന്റെ നാശം, 20-ാം അധ്യായത്തിൽ മണവാളന്റെ വരവ്, കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ പുത്തൻ യെരൂശലേമിന്റെ വെഡിങ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ കല്യാണം 19 കാണും. അപ്പൊ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേമും വെഡിങ് ഓഫ് ക്രൈസ്റ്റും ഒരുമിച്ച് നടക്കുക. ഞാനിത് എന്തുകൊണ്ട് ഇത് പറഞ്ഞു വെച്ചാൽ, നമുക്ക് ഒറ്റ വാക്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, വി ആർ ഓൾറെഡി ദ സൺസ് ഓഫ് ഗോഡ്, വി ആർ നോട്ട് ന്യൂ ജെറുസലേമിലെ ജീസസ്. പക്ഷെ നാളെ ഒരാൾ ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള, ഞാൻ നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, ഐ ആം നോട്ട്
I'm not teaching to the common people. I have no message to the common people. I'm just teaching to you as a leader. ഞാൻ ലീഡേഴ്സിനോടാ സംസാരിക്കും. എന്റെ കേൾവിക്കാർ ഞാൻ നിങ്ങളുടെ വിടുതൽ തരും, അനുഗ്രഹം തരും, മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഒന്നും പറയാൻ വന്നല്ല. ഐ എം ജസ്റ്റ് റൈസിംഗ് അപ്പ് എ ജനറേഷൻ ടു ടീച്ച് ദ വേർഡ്. യേശുക്രിസ്തുവിന് 12 പേരെ ഉള്ളായിരുന്നു. 12 പേരെ കൊണ്ട് ആ ലോകത്തെ കീഴ്മേന്മാർ ചെയ്തു. ഇതിനകത്ത് ഇപ്പൊ കേൾക്കുന്ന ഒരു 18 പേരുണ്ട്. മതി, മോർ ദാൻ എനഫ്. കൃത്യമായിട്ട് പഠിപ്പിക്കാമെങ്കിൽ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ കൂടെയാണ് ഇത് ഞാൻ പറയുന്നത് എന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ആളുകളിൽ ചിലര് പരസ്യമായിട്ട് ഇത് പറഞ്ഞു തുടങ്ങി. ഞാൻ അങ്ങനെ സാക്ഷ്യം ലഭിച്ചു. അതിൽ ഞാൻ യേശുവിന് ഒരുപാട് സ്തോത്രം ചെയ്യാൻ വെരി താങ്ക്ഫുൾ ടു ഗോഡ്. ധൈര്യസമേതം പറയുന്ന ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ദൈവം തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ 22-ലെ കല്യാണവും 25-ലെ കല്യാണവും ഒന്നാണ്. മനസ്സിലാക്കണം. 25-ാം അധ്യായം 24-ന്റെ തുടർച്ചയാണ്. ആ 24-ലെ പഠനം എന്താണ്? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, അല്ലെങ്കിൽ പറോസിയ, ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സാന്നിധ്യം, കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ്. ആൻഡ് റീഗാദറിംഗ്. സോ ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ വച്ചിരിക്കുക. ഈ 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ കാര്യം നാം പറയുന്നു. ആ 10 കന്യകമാർ ബുദ്ധിയില്ലാത്തവര്. അപ്പം അവിടെ പറയുന്നുണ്ട്, മണവാളൻ വരുന്നു എന്നൊരു വലിയ ആർപ്പുവിളി ഉണ്ടായി. മണവാളിനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. അപ്പോൾ ചിലർ വിളക്കത്തിച്ചപ്പോ കത്തുന്നില്ല. അവർ ചോദിച്ചു, ഞങ്ങൾക്കൂടെ കുറച്ചാ എന്ന് പറഞ്ഞവർ, നിങ്ങൾ പോയി കടയിൽ പോയി വാങ്ങിക്കാൻ പറഞ്ഞവർ രാത്രി പോയി തപ്പിക്കാണ്. കടയിൽ പോയി എണ്ണ വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും വാതിലടച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പേര് ഡിസ്ട്രക്ഷനാണ്. 10 പേരിൽ 5 പേര് നശിക്കുന്നു, 5 പേര് രക്ഷപ്പെടുന്നു. അവിടെ ഒരു ചോയ്സ് ആണ്. അവിടെ ഒരു റമനന്റിനെ രക്ഷിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ ഇപ്പം 2 വെഡിങ് ഇവിടെ ഉണ്ട്. അത് അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്, ഈ വെഡിങ് നടക്കുന്ന സമയത്ത് യെരൂശലേമിന് നാശം സംഭവിക്കുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ആളുകൾ ഇപ്പൊ അതിന് പുതിയൊരു കഥ ഉണ്ടാക്കുന്നത്. ഇനിയും അവിടെ ഒരു ആലയം ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ആലയത്തിനകത്ത് അന്തിക്രിസ്തു വന്നിരിക്കാൻ പോവുകയാണ്. അങ്ങനെ യേശുക്രിസ്തു വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ എന്തോ വചനത്തിൽ പറഞ്ഞിട്ടില്ലയോ, യെരൂശലേമിനെ സൈന്യങ്ങൾ ചുറ്റുമ്പോൾ അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് പറയുന്ന പ്രവചനം ഇനിയും സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. ഇനിയും സംഭവിക്കുന്നു വിശ്വസിക്കുക. ഇനിയും, കാരണം പ്രവചനങ്ങൾ ഇനിയും ഡുവൽ ഫുൾഫിൽമെന്റ് എന്നാണ് പറഞ്ഞത്. ഡുവൽ ഫുൾഫിൽമെന്റ്, 2 പ്രാവശ്യം ഫുൾഫിൽ ആവും. അതിന് യെരൂശലേമിൽ ഇനി ഒരു ആലയം കൊണ്ടുവരണം. യെരൂശലേമിൽ ആലയം കൊണ്ടുവരണം, യേശുവിന്റെ കല്യാണം നടത്തണം, യേശുവിന്റെ മണവാട്ടിയെ ഒരുക്കണം. അങ്ങനെയുള്ള മാരകമായ ജോലിയാണ് നമ്മുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഈ സങ്കീർത്തനം 2-ൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മുടെയൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ, നമ്മുടെ പറഞ്ഞാൽ ഈ ഇത് കേൾക്കുമ്പോൾ കർത്താവ് ചിരിക്കുകയാണ്. ഇനി അവർ ആലയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ക്രിസ്തുവിന്റെ സഭ മണവാട്ടിയായിട്ട് ഇങ്ങനെ മണവാളൻ, ഇങ്ങനെ ഒരു റെവലേഷനിലേക്ക് വീണ്ടും ഈ ഒരു പോകുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പം 2000 ഇയേഴ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. സോ ഇനി പറഞ്ഞു വന്നതിനെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് പറയാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ റിസറക്ഷൻ of Revelation chapter 20 is the resurrection of 1 Corinthians chapter 15. അത് മറക്കരുത്. ഇതിനകത്ത് ഒരുപാട് റിസറക്ഷൻ, അവിടെ കുറച്ച് ഇവിടെ കുറച്ച് അന്ത്യകാലത്ത് കുറച്ച്, ഇങ്ങനൊന്നുമല്ല. വെളിപ്പാട് പുസ്തകം 20-ലെ പുനരുത്ഥാനം 1 കൊരിന്ത്യർ 15-ന്റെ പുനരുത്ഥാനം, ഇത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. അങ്ങനെങ്കിൽ 1 കൊരിന്ത്യർ 15-ലെ പുനരുത്ഥാനം is the fulfillment of Hosea chapter 13 verse 14. Did you get me? 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിലെ റിസറക്ഷൻ എന്തിന്റെ ഫുൾഫിൽമെന്റ് ആണ്? എന്തിന്റെ ഫുൾഫിൽമെന്റ് ആണ്? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? എന്ന് മരണത്തെ ജയിക്കുന്ന ആ വചനം എവിടെ കിടക്കുക? ഹോശേയ പ്രവചനം 13:14. അപ്പം 1 Corinthians chapter 15-ലെ റിസറക്ഷൻ ഇസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹോശേയ ചാപ്റ്റർ 13. അപ്പം ഹോശേയ ചാപ്റ്റർ 13-ലെ മരണം എന്താണ്? ദൈവത്തെ വിട്ട് പോയ കാര്യം നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ ദ റിസറക്ഷൻ ഓഫ് ഹോശേയ ചാപ്റ്റർ 13, ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കാം. റിസറക്ഷൻ ഓഫ് ഹോശേയ ചാപ്റ്റർ 13
would be at the marriage of Israel. കിട്ടിയ ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിനകത്തെ ആ റിസറക്ഷൻ എന്തിനു വേണ്ടിയുള്ള? ഫോർ ദ മാരേജ്. ഞാൻ പറഞ്ഞ കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? ആ മാരേജ്. ആൻഡ് ദ മാരേജ് ഓഫ് ഇസ്രായേൽ വാസ് ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി, ദാറ്റ് ഈസ് AD 70. മാരേജ് എപ്പോഴാണ് സംഭവിച്ചത്? ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചു. മത്തായിയുടെ സുവിശേഷം 22, വെളിപ്പാട് പുസ്തകം 21. ഓക്കെ, ഒരു പ്രാവശ്യം പറയുന്നു. വെളിപ്പാട് 20 എന്നത് റിസറക്ഷൻ ഓഫ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ഉയർപ്പ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ ഉയർപ്പാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ ഉയർപ്പ് ഹോശേയ 13-14 നിവർത്തിയാണ്. ഹോശേയ 13-നകത്തെ ആ റിസറക്ഷൻ ഇസ്രായേലിനെ വീണ്ടും മാരി ചെയ്യുകയാണ്. റീമാരേജ് ഓഫ് ഇസ്രായേൽ ആണ്. സോ റീമാരേജ് ഓഫ് ഇസ്രായേല് അത് യേശുക്രിസ്തു വീണ്ടും പിതാവായ ദൈവം യാഹ്ശുവ വീണ്ടും ഇസ്രായേലിനെ വെടിയാൻ പോവാ. ആ വെഡിങ് നടന്നത് AD 70-ലാണ്. കാരണം പട്ടണത്തെ നശിപ്പിച്ചപ്പോഴാണ്. അതിന്റെ ലൈൻ മനസ്സിലായി നിങ്ങൾക്ക്? സോ മാത്യു ചാപ്റ്റർ 22 ആൻഡ് മാത്യു ചാപ്റ്റർ റെവലേഷൻ ചാപ്റ്റർ 21 ഈ മാരേജസ് എല്ലാം തന്നെ ക്രിസ്തുവിന്റെ ആ വിവാഹത്തോട്. അപ്പം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 10 കന്യകമാരും ആ വിവാഹമേ, കർത്താവിന് ഒത്തിരി വിവാഹമല്ല, ഒറ്റ വിവാഹമേ ഉള്ളൂ. ഇന്ന് ക്രിസ്തു നിത്യമണവാളനായിട്ട് ഇങ്ങനെ ഹനുമാനെ പോലെ, ഹനുമാനം തോന്നല്ലേ ഹിന്ദു പുരാണത്തില്, പുള്ളി എപ്പോഴും ബ്രഹ്മചാരിയാണ്, നിത്യബ്രഹ്മചാരിയായിട്ട് യേശു 2000 വർഷമായിട്ട് ഇങ്ങനെ കർത്താവ് കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക. ഇതൊന്നും അല്ല, ഇതൊക്കെയാണ് നമ്മുടെ പഠനം, ബാലിശമായ പഠനങ്ങളോ. കൃത്യമായ ബോധ്യം നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞേ ഉള്ളൂ. സോ ദ റിസറക്ഷൻ ഓഫ് റെവലേഷൻ ചാപ്റ്റർ 20 ഇസ് നോട്ട് ഡിഫറെന്റ്. അതായത് ഒന്നുകൂടി തിരിച്ചു പറഞ്ഞാൽ, വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിലെ പുനരുദ്ധാനം, ആ പുനരുദ്ധാനവും 1 കൊരിന്ത്യർ ലേഖനം 15-ഉമായിട്ട് നമ്മളൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ മാരേജ് ഡിഫറെന്റ് മാരേജ് ആണെന്ന് പറയേണ്ടി വരും. പിടികിട്ടിയോ? കാരണം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലെ റിസറക്ഷൻ ഹോശേയ പ്രവചനമായിട്ട് കണക്ഷൻ. ഹോശേയ പ്രവചനം റിജക്ഷൻ പ്രവചനം മാരേജ് ആണ്. ഇതല്ല, ഇനി ഭാവിയിലാണ് ഇത് സംഭവിക്കേണ്ടതെങ്കിൽ യേശു ക്രിസ്തു ഇപ്പം രണ്ടാമത് വീണ്ടും കല്യാണം കഴിക്കുന്നതാവും, അല്ലെങ്കിൽ 2 വിവാഹം വരിക. ബൈബിൾ സത്യമാണെങ്കിൽ, തിരുവെഴുത്തുകൾ സത്യമാണെങ്കിൽ, ഓൾറെഡി ജീസസ് ക്രൈസ്റ്റ് മാരേജ് കഴിഞ്ഞു. ഹി മാരീഡ് ഇസ്രായേൽ. സോ അതാണ് ആ മാരേജിന് വേണ്ടി ഒരുക്കിയവരാണ് 1,44,000 പേർ. സ്ത്രീകളോട് മലിനപ്പെടുത്തപ്പെടാത്ത, വായിച്ചിട്ടില്ല, സ്ത്രീകളോട് അതായത് ആ സ്ത്രീ മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെ മാതാവ്, മ്ലേച്ഛതയുടെയും സകലവിധമായ പാപത്തിന്റെയും ആൾരൂപമായിരിക്കുന്ന ആ പട്ടണം ആ സ്ത്രീയോട് മലിനപ്പെടാത്ത 1,44,000 പേർ. അവരായിരുന്നു യേശു ക്രിസ്തുവിന്റെ മണവാട്ടി. അതാണ് യേശുവിന് വേണ്ടി ഒരുക്കപ്പെട്ടത്. ജീസസ് ക്രൈസ്റ്റ് വാസ് മാരീഡ് ആൻഡ് ഇസ്രായേലിനെ മാരേജ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ വേറെ 1-2 കാര്യങ്ങളിലേക്ക് പ്രധാനമായിട്ട് പോകും. അതായത് നമ്മൾ മെയിൻ തീം ഇതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ലാബറേറ്റ് ചെയ്ത് തന്നെ പഠിച്ച് പോകാം എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അതിന് കൃത്യമായ പല റെഫറൻസുകളുണ്ട്. 7 പ്രാവശ്യത്തോളം ഞാൻ വേഗം വരുന്നു പറയുന്നുണ്ട്. ഇത് മുദ്ര ഇടരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് എടുത്തു നോക്കി. സർദീസ് സഭയോട് പറയുന്ന ഒരു വാചകമാണ്. ആകെ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്തു അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാൻ നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ഇത് സർദീസ് സഭയോട് പറയും. കള്ളനെ പോലെ ഞാൻ വരാൻ പോവുകയാണ്.
ഞാൻ ഏത് നാഴിക വരുന്നു എന്ന് നിനക്ക് അറിയാൻ കഴിയത്തില്ല. കാരണം ഞാൻ ചോദിച്ചോട്ടെ, ദിസ് ഇസ് ദ കമ്മിങ് ഓഫ് ജീസസ്. ഇതേ വാചകം തന്നല്ലേ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ കള്ളനെ പോലെ. അതായത് ശ്രദ്ധിക്കുക, യേശുവിന് ഒറ്റ വരവേ ഉള്ളൂ. അതാണ് നമ്മൾ ഫൈനലായിട്ട് ഫണ്ടമെന്റലായിട്ട് മനസ്സിലാക്കേണ്ടത്. there is only one coming, only one coming. ഒറ്റ വരവ് മാത്രമേ ഉള്ളൂ. ആ വരവ് എന്തിനാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ യേശു വരുന്നു, യേശു വരുന്നു, നമ്മളെ ചേർക്കാൻ വരുന്നു, ഭൂമിയെ നശിപ്പിക്കാൻ വരുന്നു. അല്ല, അതിന്റെ മീനിങ് അതല്ല. അതിന്റെ മീനിങ് അതല്ല എന്നത് കൃത്യമായിട്ട് നമ്മളത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഈ കർത്താവ് വേഗത്തിൽ വരുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ നേരത്തെ അടുത്ത വാക്യത്തിലേക്ക് വന്നു. അനന്തരം ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമുടുത്ത് തലയിൽ ആകാശവില്ല് ധരിച്ച് മുഖം സൂര്യനെ പോലെ കാൽ തീത്തൂണു പോലെയും ആയിരുന്നു. I want to tell you, this is Christ. Revelation chapter 10 verse 1. അത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിനെ കാണിക്കുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം 1-ലേക്ക് വന്നേ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിക്കേ. പൊന്നില വിളക്കുകളുടെ നടുവിൽ നിലയൊക്കെ ധരിച്ച് മാറത്ത് മുൻകിച്ചുകൊണ്ട് മനുഷ്യപുത്ര സദൃശ്യം കണ്ടു. അവൻ തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ ഹിമത്തോളം വെണ്മയും കണ്ണ് അഗ്നിജ്വാലത്തുള്ളതും കാൽ ഉലയിൽ ചുട്ടുപഴുത്ത വെള്ളോടിന് സാദൃശ്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം വെളിപ്പാട് പുസ്തകം 10-ൽ കാണുന്നില്ല. വെളിപ്പാട് പുസ്തകം 10-ൽ കാണുന്നത് തലയിൽ മേഘമുടുത്ത്, അതായത് മേഘത്തിൽ വരുന്നു എന്ന് പറഞ്ഞില്ല. മേഘമുടുത്ത് എന്ന് പറഞ്ഞാൽ ക്ലൗഡോടുകൂടെ വരിക. ഉടുത്ത് തലയിൽ ആകാശവില്ല് ധരിച്ച് മുഖം സൂര്യനെ പോലെയും, അവന്റെ മുഖം സൂര്യനെ പോലെ അവിടെ ഉണ്ട്, കാല് തീത്തൂൺ പോലെയും ഉള്ളവൻ. സോ ദിസ് ഏഞ്ചൽ ഈസ് ക്രിസ്തുവാണ്. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഇത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തു എന്ത് ചെയ്തു? അവന്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവന്റെ വലങ്കാൽ സമുദ്രത്തിന് മേൽ, ഇടങ്കാൽ ഭൂമിയിൽ മേൽ വെച്ചു. സിംഹം അലറുന്നത് പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിനാദം മുഴക്കി. 7 ഇടിനാദം മുഴങ്ങിയപ്പോൾ ഇതാണ് കർത്താവ് താൻ ഗംഭീരനാദം. നമ്മള് ഈ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ നല്ലേ. ആ വാക്യത്തിന്റെ സംക്ഷിപ്തമായ ഭാഗപ്പെടെ നോക്കി. അവൻ സിംഹം അലറുന്നത് പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിനാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടിമുഴക്കത്തിന് മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു. ഭൂമിമേലും സമുദ്രത്തിന്റെ മേലും ഭൂമിയിൽ നിൽക്കുന്നവനെ ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ജീസസ് ക്രൈസ്റ്റ് വാസ് ഡിക്ലെയറിംഗ്, ഇനി കാലം ഉണ്ടാകുകയില്ല. ഇത് മനസ്സിലാവുന്നുണ്ടോ? Who is declaring that? Christ. Who is that angel? Christ. ക്രിസ്തുവാണ് അവിടെ ഒരു ദൂതനെ പോലെ വെളിപ്പെട്ട് നിൽക്കുക. അപ്പൊ ക്രിസ്തു ഡിക്ലെയർ ചെയ്യുകയാണ്, there should be no more delay. എന്താണ്? എന്തുകൊണ്ട് ഡിലേ ഇല്ല? ഞാൻ നേരത്തെ പറഞ്ഞു, it was the answers of the cry of the martyrs. ഇനി എന്തില്ല? ഡിലേ ഇല്ല. പിന്നെന്താ ചെയ്യാൻ പോവോ? is going to be the fulfillment of the mystery of God. ദൈവത്തിന്റെ മർമ്മത്തിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ ദ മിസ്റ്ററി ഓഫ് ഗോഡ് എന്ന വിഷയമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ഭൂമിയിൽ മനുഷ്യനോട് പറയുന്നത്. അവിടെയാണ് ആ മർമ്മം, ആ ദൈവത്തിന്റെ ആ മർമ്മത്തിലാണ് ദൈവരാജ്യം ഇരിക്കുന്നത്. ദൈവത്തിന്റെ ആ മർമ്മത്തിലാണ് ദൈവവുമായുള്ള ബന്ധം ഇരിക്കുന്നത്, സൗഖ്യം ഇരിക്കുന്നത്, സൂപ്പർ നാച്ചുറൽ ലൈഫ് ഇരിക്കുന്നത്, ജയം ഇരിക്കുന്നത്, അനുഗ്രഹം ഇരിക്കുന്നത്. ദൈവത്തിന് എന്തൊക്കെയാണോ മാനവരാശിയോട് പറയാനുള്ളത് അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച മർമ്മം, ആ മർമ്മം നിവർത്തിയാകേണ്ട കാലം അത് നിവർത്തിയാണ്. അവിടെയാണ് ദൈവരാജ്യമാണ്. ആക്ച്വലി എക്സാക്ട്ലി ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്.
കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും പറഞ്ഞു, he has to come back. തിരിച്ചു വരണം. ആ തിരിച്ചു വരുമ്പോഴാണ് മനുഷ്യന്റെ രക്ഷ പൂർണ്ണമാകുന്നത്. അവിടെയാണ് അറ്റോൺമെന്റ് പൂർണ്ണമാകുന്നത്. അത് വലിയൊരു റെവലേഷനാണ്. ഈസ് കമ്മിങ് ബാക്ക്. തിരശ്ശീലയ്ക്ക് നമ്മൾ പുറത്തേക്ക് വരിക. ആ പുറത്തേക്ക് വന്നിട്ട് he was declaring forgiveness, atonement. മനുഷ്യരാശിക്ക് സംഭവിച്ച മഹാവിമോചനത്തിന്റെ സന്ദേശമാ യേശുവിന്റെ മടങ്ങി വരവ്. ആ വരവിൽ ആ മഹാപുരോഹിതൻ വെളിപ്പെടുക. എന്നിട്ട് the mystery of God finished. Hallelujah. Every Gentiles were accepted and God removed. എന്ത് ചെയ്തു? കർത്താവ് ആ കാഹളത്തോടു കൂടെ he removed the old temple. നടിച്ചുവരി ഇടിച്ചു കളഞ്ഞ് ടെമ്പിൾ എക്കണോമി യെരുശലേമിലുള്ള ദൈവത്തിന്റെ എല്ലാം നീക്കം ചെയ്തു. ഫുൾ വൈപ്പ് ഔട്ട് ചെയ്തു. കൊടുമുഴക്കത്തോട് ഒഴിച്ചു കളഞ്ഞ്. And the new covenant, the new Jerusalem was established there. അവിടെ പുതിയ യെരുശലേം സ്ഥാപിക്കും. പഴയ യെരുശലേമിനെ നിർമ്മാർജ്ജനം ചെയ്ത് തുടച്ചു മാറ്റി പുതിയ യെരുശലേമിനെ കൊണ്ടുവരിക. നമ്മൾ നേരത്തെ വായിച്ചിട്ടില്ലേ? ഞാൻ അതിലേക്ക് പോകുന്നുണ്ട്. ഏബ്രഹാം ദൈവം സ്വന്തം നാട്ടിൽ, അതായത് ഏത് ലാൻഡാണോ യെരുശലേം, പഴയ യെരുശലേം, അതേ ലാൻഡിൽ നിന്നുകൊണ്ട് ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അതുപോലെ തന്നെ അതേ അധ്യായത്തിൽ 11-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യമുണ്ട്. they were expecting a better resurrection. ആയിട്ടില്ലേ? നല്ലൊരു ഉയർപ്പ് പ്രാപിക്കുമെന്ന് വെച്ച് അവരുടെ ജീവനെ അവര് വിട്ടുകൊടുത്തു. ബെറ്റർ റിസറക്ഷൻ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഏബ്രഹാം വാസ് എക്സ്പെക്ടിങ് എ റിസറക്ഷൻ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഞാൻ ആ വിഷയത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാതെ തന്നെ തിരിച്ചു വരിക. കാരണം അവിടെ കയറിയാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം 12-ാം അധ്യായവും ഈ എസ്കറ്റോളജിക്കൽ വ്യൂ ആണ്. ആ റിസറക്ഷന്റെ വ്യൂ ആണ്. ഹബേൽ മുതലുള്ള അവസാനത്തെ ആളിന്റെ വരെയും ഉയർപ്പ് എന്ന ആ റെവലേഷൻ ആണ് നമ്മൾ എബ്രായ ലേഖനം 11 കാണുന്നത്. കാരണം 11 അധ്യായം ആരംഭിക്കുന്നത് ആബേലിലാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് വിശ്വാസ വീരന്മാരുടെ പട്ടികയാണെങ്കിലും അവിടെ ഒരു പ്രധാന വിഷയം ക്ലൗഡ്സ് ഓഫ് വിറ്റ്നസസ്. അവരാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്നത്. അവരാണ് ഈ മരിച്ചുപോയ ബ്രദർമാർ. ഇവരുടെ റിസറക്ഷൻ, they were expecting a better resurrection. സോ അതും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് വിട്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കർത്താവിന്റെ വചനം എന്ന വിഷയത്തിലേക്ക് ഒന്ന് പെട്ടെന്ന് വരാൻ പോവുകയാണ്. ടൈം നമുക്ക് കുറച്ചേ ഉള്ളൂ. ഇതൊരു നല്ലൊരു പഠനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ഒത്തിരി റെഫറൻസുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. എല്ലാം വായിക്കാൻ എനിക്ക് താല്പര്യമില്ലാതെ വായിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യമുള്ളത് വായിക്കാം. ശ്രദ്ധിക്കണേ, ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ കർത്താവിന്റെ വചനം നിങ്ങളെ ഓർമ്മിപ്പിച്ച് പ്രബോധിപ്പിക്കും. ഇല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നത്. കർത്താവിന്റെ വചനത്താൽ. അപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനാ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, കൃത്യത, സത്യസന്ധത നമുക്ക് ഇതിനകത്ത് വേണം. കാരണം കർത്താവിന്റെ വചനം, കർത്താവ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് മത്തായി 24 ആണെങ്കിൽ, ആ 24 പറഞ്ഞത് യെരുശലേമിന്റെ നാശമാണെങ്കിൽ, ആ യെരുശലേമിന്റെ നാശത്തിൽ സംഭവിക്കാൻ പോകുന്ന ഉയർപ്പാണെങ്കിൽ, ആ ഉയർപ്പ് സംഭവിക്കാൻ പോകുന്ന മാരേജ് സംഭവിക്കാൻ പോകുന്നെങ്കിൽ, ആ വചനമായിട്ട് തന്നെയാണ് പൗലോസ് ഇത് പറഞ്ഞെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യവും ആ വാക്യവും സെയിം ആണ്. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞിരിക്കുന്ന എന്ത് പർപ്പസിന് വേണ്ടിയാണോ ആ പർപ്പസിന്റെ ഫുൾഫിൽമെന്റ് തന്നെയാണ് ഇവിടുത്തെ വിഷയം എന്നത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 23-29 മുതൽ നിങ്ങൾ ഇത് നോട്ട് ചെയ്യണേ, എഴുതി വെക്കണം. 21 മുതൽ 23-29 മുതൽ യഹൂദന്മാര് പ്രവാചകന്മാരെ കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 23-34 യേശു ക്രിസ്തുവിന്റെ പ്രവാചകന്മാർ, യേശുവിന്റെ ശിഷ്യന്മാരെയും കൊല്ലും എന്ന് പറയുന്നുണ്ട്. 23-32
അവരുടെ പാപങ്ങൾ. ആ വാക്യം ഒന്ന് വായിക്കാൻ പോവാം. ചില വാക്യങ്ങൾ വായിക്കാം. 23:32. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ അവരുടെ അകൃത്യം പൂർണ്ണതയിലേക്ക് വരുന്നു. അപ്പം അകൃത്യം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫെക്ഷനിലേക്ക് വരാൻ പോവുകയാണ്. ബാക്കി ഫുൾനെസ്സിലേക്ക് വരുന്നു. 36-ാമത്തെ വാക്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ഈ തലമുറയുടെ മേൽ ഇത് വരാൻ പോകുന്നു. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. കില്ലിംഗ് ദ പ്രോഫറ്റ്സ് ആൻഡ് ഫിൽ ദ മെഷർ ഓഫ് ദർ സിൻ. Judgment will come upon this generation. ഇത്രയും നമ്മൾ വായിച്ചു. ഇനി തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പോകും. നിങ്ങൾ ആ തെസ്സലോനിക്ക ലേഖനം നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ആ ഭാഗത്തേക്കൊന്ന് തിരിച്ചിട്ട് 1 തെസ്സലോനിക്ക ലേഖനം 2:15 അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവർ. പിടിയിടുന്നോ? കൊന്നവർ. തെസ്സലോനിക്ക ലേഖനത്തിൽ മത്തായി 23 യേശു പറഞ്ഞു നിങ്ങളാണ് പ്രവാചകന്മാരെ കൊന്നത്. ഇവിടെ പൗലോസ് അതേ വേർഡ് ഇവിടെ കോട്ട് ചെയ്യാണ്. പ്രവാചകന്മാരെ കൊന്നവർ, ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവർ, ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത സകല മനുഷ്യർക്കും വിരോധികൾ. ഓക്കെ. 1 തെസ്സലോനിക്ക 2:15 ആരെ കൂടെ കൊന്നുകളഞ്ഞു? യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവർ. Who killed Jesus and his prophets. 23:32 നമ്മൾ വായിച്ചു. അവര് പാപങ്ങളെ പൂരിപ്പിക്കുന്നു. അല്ലേ? ഇതേ വാക്യം നോക്കി. 16-ാം വാക്യം നോക്കി. ജാതികൾ രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. മത്തായിയിൽ യേശു പറഞ്ഞത് തന്നെയാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുക. ഞാൻ എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ ഈ സംഭവങ്ങൾ ഇതാണെന്ന് ഉറപ്പിക്കപ്പെടണം. പൂരിപ്പിക്കുന്നു. അടുത്ത താഴെ പറഞ്ഞിരിക്കുന്നു ന്യായവിധി. ജഡ്ജ്മെന്റ് വിൽ കം അപ്പോൺ ദിസ് പീപ്പിൾ എന്ന് യേശു പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ഇവര് പാപങ്ങളെ പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 2000 വർഷത്തിന് ശേഷം യഹൂദന്മാർ പാപം ഇപ്പോഴും പൂരിപ്പിച്ചു. ഇപ്പൊ യഹൂദന്മാർ പാവങ്ങൾ, അവരെ എവിടാന്ന് പോലും അറിയത്തില്ല. ആരെയാണ് ദോഷിക്കാതെ? പണ്ടത്തെ യഹൂദനാണോ ഇപ്പോഴത്തെ യഹൂദൻ? പണ്ടത്തെ യഹൂദന്റെ പള്ളിയിലെങ്ങാനും പോയി അവന്റെ നാട്ടിൽ പോയി ഒരു ക്രിസ്തീയ പള്ളി സ്ഥാപിക്കാൻ പറ്റുമോ? അവന്റെ നാട്ടിൽ പോയി വേറൊരു ക്ഷേത്രം വെക്കാൻ സമ്മതിക്കുമോ? തല്ലിപ്പിടിച്ച് ദൂരെ കളയത്തില്ലേ? ഇന്ന് ഏത് മതസ്ഥർക്കും സ്വതന്ത്രമായിട്ട് ആരാധിക്കാൻ പറ്റുന്ന ഒരു ജനാധിപത്യ നാടാണ് ഇസ്രായേൽ. ഒരു ജാതിക്കാരന്റെയും സ്പർദ്ധയില്ലാത്തൊരു നാട്. എല്ലാവരെയും അനുവദിക്കുക. അവരിന്ന് ഒരു പ്രവാചകന്മാരെയും കൊല്ലുന്നില്ല. ഈ തലമുറയിൽ ഒരു പ്രവാചകന്മാരെയും അന്നത്തെ തലമുറയാ. അവരാണ് പാപത്തെ പൂരിപ്പിച്ചത്. അവരുടെ മേലാണ് ദൈവക്രോധം വന്നത്. തിരുവെഴുത്തുകൾ പഠിക്കുക നിങ്ങൾ. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു ദൈവക്രോധം അവരുടെ മേൽ. 2:16 പറഞ്ഞിരിക്കുന്നു ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഇനി മത്തായിലേക്ക് വന്നേ. മത്തായി 24 യേശു ക്രിസ്തു എന്താ പറഞ്ഞേ? 24:9 പറഞ്ഞിരിക്കുന്നു അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിച്ച് കൊല്ലുകയും ചെയ്യും. ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ആരാ? യഹൂദന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അവർ നിങ്ങളെ, ഇത് അപ്പോസ്തലന്മാരുടെ സമയം. അന്ന് അവർ നിങ്ങളെ, ആരാണ് ഈ അവർ? യഹൂദന്മാരാണ്. അവർ നിങ്ങളെ കൊല്ലും, ഉപദ്രവിക്കും. ശ്രദ്ധിക്കണേ. 24:10 എന്താ പറഞ്ഞിരിക്കുന്നത്? പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും പലരും ഇടറും. അപ്പോസ്റ്റസി സംഭവിക്കും. ശരി, സൂക്ഷ്മമായിട്ട് നോക്കി. അപ്പോസ്റ്റസി സംഭവിക്കും. അടുത്ത നോക്കിയേ. അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. 24:12 നോക്കിയേ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ലോലെസ്നെസ്, സ്നേഹം തണുത്തു പോകും. 14-ാം വാക്യത്തിൽ രാജ്യത്തിന്റെ സുവിശേഷം സകല ഇടങ്ങളിലും പ്രസംഗിക്കപ്പെടും. ഇത് ശ്രദ്ധിക്കുക. പ്രസംഗിക്കപ്പെടും. അതോടൊപ്പം തന്നെ
കർത്താവ് പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്. മർക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിൽ നോക്കി, ആ വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയും എന്ത് പറയേണ്ടത് മുൻകൂട്ടി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടത് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവിൻ എന്ന് നിങ്ങൾ അല്ല പരിശുദ്ധാത്മാവത്രേ എന്ന് പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവത്രേ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആ മക്കളെ, അതായത് ഈ പ്രതിസന്ധിയിലോട്ട് പോകുമ്പോൾ അപ്പോസ്തലൻ നിങ്ങൾക്ക് വിചാരണ സ്ഥലത്ത് കൊണ്ടുപോകും, പക്ഷെ നിങ്ങളെ ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. ഉപദ്രവിക്കുമ്പോൾ എന്ത് പറയണം എന്ന് നിങ്ങൾ വ്യാകുലപ്പെടരുത്. അത് നിങ്ങളല്ല പരിശുദ്ധാത്മാവ്, അതായത് മിറാക്കുലസ് ആയിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അവിടെ അനുഭവിക്കാനായിട്ട് കഴിയും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 24-27 ഞാൻ ഈ വാക്യങ്ങളെ ഇവിടെ എടുത്തിട്ട് കമ്പാരിസൺ നമുക്ക് അപ്പുറത്തേക്ക് പിന്നെ പോകാം. 24-30 നോക്കി, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അവൻ വാതുക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. 24 മുതൽ 27 വരെ വാക്യങ്ങൾ ഞാൻ പറയുന്നത് അവൻ വാതുക്കലായിരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറന്നുപോലെ താഴോട്ട് പറഞ്ഞു. 32 നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. 24 മുതൽ 27 വരെ ഫാൾസ് പ്രോഫറ്റ്സ് വരും എന്ന് പറഞ്ഞു. നോക്കിയേ, യേശു പറഞ്ഞ ഫാൾസ് പ്രോഫറ്റ്സ് വരും. 24 മത്തായി സുവിശേഷം 24-31 മുതൽ 32 വാക്യങ്ങളിൽ ഇത് സംഭവിക്കുമ്പോൾ ഞാൻ വാതുക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മത്തായി സുവിശേഷം 24-24 പറഞ്ഞിരിക്കുന്നത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകരും എഴുന്നേറ്റ് കഴിയുമ്പോൾ വൃതന്മാരെ തെറ്റിപ്പാനെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓക്കെ, so this same word ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഓർമ്മയിലുണ്ട്. Let's come back to First Thessalonians. തെസ്സലോനിക്കയിലേക്ക് ഒന്ന് വന്നു നോക്കി. രണ്ടാമത്തെ തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കൽ നോക്കി. 2 തെസ്സലോനിക്കൽ 2:5. അവിടെ ആദ്യമേ പൗലോസ് പറയാണ്, വിശ്വാസത്യാഗം സംഭവിക്കും. 5-ാമത്തെ വാക്യത്തിന്റെ മേളിലുണ്ട് 3-ാം വാക്യം, ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും. ഇത് ഒരു മൈന്യൂട്ടായിട്ട് എടുക്കുക. വിശ്വാസത്യാഗം സംഭവിക്കുക, അപ്പോസ്റ്റസി. മാത്യു ചാപ്റ്റർ 24 യേശു പറഞ്ഞു പലരും ഇടറി വീഴും, അപ്പോസ്റ്റസി. അധർമ്മം പെരുകും. 24 നമ്മൾ നേരത്തെ പറഞ്ഞു, അധർമ്മം പെരുകും. 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിനെ നോക്കിയേ, അധർമ്മമൂർത്തി നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും ചെയ്യും. അധർമ്മം ഒരു വ്യക്തിയായിട്ട് തന്നെ വെളിപ്പെടുക. ലോലെസ്നെസ് പേഴ്സണിഫൈഡ് ആയിട്ട് വെളിപ്പെടും. അധർമ്മം പെരുകും എന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അതിന് അധർമ്മമൂർത്തി വെളിപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 24-14 ഭൂലോകമൊക്കെയും ഈ സുവിശേഷം പ്രസംഗിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 1:8 വായിച്ചു നോക്കിയേ. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അഖായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറവാൻ ആവശ്യമില്ല, നിങ്ങളുടെ വിശ്വാസം സകലയിടങ്ങളിലും പ്രസിദ്ധമാണ്. That is a great mission. എല്ലായിടവും പ്രസംഗിക്കപ്പെടും കർത്താവിന്റെ വചനം. തെസ്സലോനിക്കയിലും അത് സംഭവിച്ചു. ഗോസ്പൽ മിഷൻ ബി ഫുൾഫിൽഡ് എന്നായി, എല്ലായിടവും പടർന്നു എന്നാ പറയാനുള്ളതെല്ലാം പറഞ്ഞു. നമ്മുടെ വിശ്വാസ ലോകം മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്നു. ഓക്കെ, അപ്പം കർത്താവിന്റെ വചനം സകലയിടങ്ങളിലും പ്രസംഗിക്കപ്പെടുമ്പോൾ അവസാനം വരുമെന്നാണ്. അതാണ് യേശുവിന്റെ വചനം. 1 തെസ്സലോനിക്ക 1-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം നോക്കിയേ. 1-ാമത്തെ അദ്ദേഹത്തിന് 1:5 ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയത്തോടും, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്,
was there to prove the gospel. 1 തെസ്സലോനിക്കയിലെ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, ആത്മാവിനെ കെടുക്കരുത്. സോ പരിശുദ്ധാത്മാവിന്റെ പ്രസൻസിലായിരുന്നു അവരുടെ മിനിസ്ട്രി തെസ്സലോനിക്കയിൽ. 2 തെസ്സലോനിക്ക ലേഖനം 2:3 നോക്കിക്കേ. ഞാൻ ഈ റെഫറൻസുകൾ പെട്ടെന്ന് ഒരു കമ്പാരിസൺ ആയിട്ട് പെട്ടെന്ന് 2 തെസ്സലോനിക്ക 2:3 യേശു കർത്താവ് പറഞ്ഞു, അപ്പോസ്റ്റസി വെളിപ്പെടും, അധർമ്മമൂർത്തി, എ മാൻ ഓഫ് സിൻ, അധർമ്മമൂർത്തി വെളിപ്പെടും. നമ്മൾ ഇതിനെ ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആളുകൾ ഇതിനെ ആന്റിക്രൈസ്റ്റ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാനിത് ഇപ്പോൾ എനിക്ക് വീണ്ടും അത് പറയാനുള്ള സാവകാശമില്ല. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ തരാം. ഈ എന്താണ് ഈ അധർമ്മമൂർത്തി എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനെ വിശേഷിപ്പിക്കുന്നത്. 2 തെസ്സലോനിക്കർ 2:2 എന്ത് പറഞ്ഞ്, ഈ കർത്താവ് വന്നു. ഇവിടെ പറഞ്ഞില്ല, അവൻ വന്നു എന്ന് പറഞ്ഞ കള്ളപ്രവാചകന്മാർ വരുമെന്ന് പറഞ്ഞു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 2 തെസ്സലോനിക്കർക്ക് ലേഖനം 2:2 പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ട്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തോടെ ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. യെസ്, കൊലോസ്യർ 1:6. താങ്ക് യു. അപ്പൊ ഇവിടെ കർത്താവ് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ വരും. എന്തിനാ ഇനി ഈ സമയത്ത് വരുന്ന കർത്താവ് വന്നു. അപ്പം കർത്താവ് പറഞ്ഞു, വന്നു എന്ന് പറയുന്ന ലേഖനങ്ങളാൽ നിങ്ങൾ ചതിക്കപ്പെടരുത്. അതായത് കർത്താവ് എന്താണോ മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞേക്കുന്നത്, അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയ്ക്ക് ലേഖനം എഴുതുമ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഇദ്ദേഹം ചുമ്മാതെ ഇവിടെ വേറൊരു പ്രോബ്ലം ഉണ്ടെന്ന് അറിയുമോ? പ്രോബ്ലം എന്തുകൊണ്ട് ഞാൻ ഇത് പഠിപ്പിക്കുന്നു ചോദിച്ചാൽ, നമ്മുടെ ഇടയിലെ മെജോറിറ്റി ഓഫ് ക്രിസ്ത്യൻസ് പറയുന്നത് മത്തായി 24 പറഞ്ഞേക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങൾ യെരുശലേമിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിന് കൊടുത്തിരിക്കുന്ന എസ്കറ്റോളജി സഭയുടെ അന്ത്യശാസ്ത്രമാണ്. അതാണ് ഒരു പഠനം. അപ്പൊ അത് രണ്ടും കൂടെ കമ്പാരിസൺ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ശ്രമം നടത്തുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങ് ശ്രമിക്കുക. 2 തെസ്സലോനിക്കർ 2:2 പറഞ്ഞേക്കുന്നത് എന്തുവാ? അവൻ വരും, സമയത്തിന് മുമ്പേ അല്ലെങ്കിൽ ആദ്യം അധർമ്മമൂർത്തി വെളിപ്പെടണം എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമേ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാവൂ എന്ന് ഒരു റെവലേഷൻ കൊടുത്തിരിക്കുന്നു. അപ്പുറത്തും അതുപോലെ കള്ളപ്രവാചകന്മാർ നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിപ്പിനെന്ന് കർത്താവ് സൂചിപ്പിക്കുന്നതിന്റെ ഒരു റിയൽ എക്സ്പ്ലനേഷൻ ആണ് പൗലോസ് കൊടുത്തത്. അതായത് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വ്രതന്മാരെയും തെറ്റിക്കുന്നത്. എന്തിനാ ഈ വ്രതന്മാരെ തെറ്റിക്കുന്നത്? കർത്താവ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞത് കർത്താവ് വന്നു, നാൾ അടുത്തിരിക്കുന്നത് കൊണ്ട് അവൻ വന്നുപോയി എന്ന് പോയി, അല്ലാതെ യേശുക്രിസ്തു വന്നിട്ട് പോയി എന്നുള്ള ഉപദേശങ്ങൾ പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല. അപ്പം കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ആര് വരുമെന്നൊരു മുന്നറിയിപ്പ് പൗലോസ് കൊടുത്തിരിക്കുക. അധർമ്മമൂർത്തിയായവൻ വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അധർമ്മമൂർത്തി വരും എന്നൊരു മുന്നറിയിപ്പ് അവിടെ കൊടുത്തിരിക്കുന്നു. അവർ വന്ന് 2-ാം അധ്യായത്തിന്റെ 2:9 എന്താ പറഞ്ഞിരിക്കുന്നു നോക്കിയേ. അധർമ്മമൂർത്തി വെളിപ്പെട്ടിരുമ്പോൾ അവൻ കർത്താവ് യേശുവിന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയും. അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ 9-ാം വാക്യത്തിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടുകൂടെ ആയിരിക്കും. കിട്ടിയോ? എന്തെങ്കിലും നിങ്ങൾ മനസ്സിലായോ? കള്ളന്മാർ, അതായത് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് അനേകരെ വൃതന്മാരെ പോലും തെറ്റിക്കും എന്ന് യേശു പറഞ്ഞു മത്തായി 24. ആ കള്ളപ്രവാചകൻ ആരാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അധർമ്മമൂർത്തി. അവൻ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് തെറ്റിക്കുന്ന സകല വഞ്ചനയോടുകൂടെ ആയിരിക്കുമെന്ന് തെസ്സലോനിക്കർക്ക് പൗലോസ് കർത്താവിന്റെ വചനത്തെ എടുത്ത് പ്രബോധിപ്പിക്കുക. ഓക്കെ, മത്തായിയുടെ സുവിശേഷത്തില് ഈ ഉള്ള വാക്കുകൾ ഞാൻ ഒന്നുകൊണ്ട് പറയാൻ പോവാം. കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ, അതിനെ പറോസിയ എന്ന് പറയും. മത്തായി 24:3 കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ, 27 പറോസിയ ഉണ്ട്, 30 എർക്കോമായി എന്നൊരു പദമുണ്ട്. എർക്കോമായി. ആ 30-ാം വാക്യം നോക്കിയ മത്തായിയുടെ സുവിശേഷം 24:30. ഹല്ലേലൂയ. 24:30. അവൻ തന്റെ ദൂതന്മാരെ കാഹളത്തിലൂടെ അയക്കും. അവൻ തന്റെ ദൂതന്മാരെ ആകാശത്തിന്റെ അറുതി വരെ 4 ദിക്കിൽ നിന്ന് മഹാശക്തിയോടും തേജസ്സോടും വരുന്നത് കാണും. ശക്തിയോടും തേജസ്സോടും വരുന്നത് കാണും. അത് കൊടുത്തിരിക്കുന്ന വാക്ക് ആ വരവിനെ കുറിച്ച് എർക്കോമായി.
ഫറോഷ്യ എന്ന വാക്കല്ല, ഫറോസിയ എന്നല്ല, എർക്കോമായി. ഞാനിത് പറയുന്നത് ആ വേർഡ് 39 മത്തായിയുടെ സുവിശേഷം 24:39 ഫറോസിയ ഉണ്ട്, 42 എർക്കോമായി ഉണ്ട്, 44 എർക്കോമായി. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ. മത്തായി 24:30 ഇതൊക്കെ പറയാം. 24:30 കമ്മിങ് വിത്ത് മഹാ ഷൗട്ട്, വലിയ ശബ്ദത്തോടെ വരും, മുഴക്കത്തോടെ വരും, ഷൗട്ട്. 24:30 തന്നെ മേഘത്തിൽ വരും. 24:30 ശക്തിയോടും മഹത്വത്തോടും വരും. 24:30 ന്യായം വിധിക്കാനായിട്ട് വരും. സകല ഗോത്രങ്ങൾ അവനെ ചൊല്ലി വിലപിക്കും, ഭൂമിയിലെ ഗോത്രങ്ങൾക്ക് വിലാപമുണ്ടാകും. ദാറ്റ് ഈസ് ജഡ്ജ്മെന്റ്. 31 കമ്മിങ് വിത്ത് ഏഞ്ചൽസ്. 25:30 നോക്കിയേ, കമ്മിങ് വിത്ത് ഏഞ്ചൽസ്. എല്ലാം ഒരേ വരവാ. 24:31 കാഹളമുണ്ട്. അതേ 24:31 വിശ്വാസികളുടെ ഗ്യാതറിംഗ് ഉണ്ട്. അതിനെ എപ്പിസുനഗോഗെ എന്ന് പറയും. എപ്പിസുനഗോഗെ. ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, വേണ്ടവർ വീണ്ടും വീഡിയോ ഒന്നുകൂടെ കേൾക്കുക. 24:34 ഈ തലമുറ നീങ്ങിപ്പോകത്തിലൊക്കെയും ഈ തലമുറയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, ഇനി തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നോക്കിയോ. നിങ്ങൾ റെഫറൻസ് നോട്ട് ചെയ്തായി. തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 3:13 പൗലോസ് അപ്പോസ്തലൻ കമ്മിങ് ഓഫ് ദ ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 3:13 നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ, കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ, അവിടെ ഫറോസിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. 4:15 കർത്താവ് താൻ ഗംഭീരനാഥത്തോടും ഇറങ്ങി വരും, ഫറോസിയ. 5:2 കള്ളൻ രാത്രി വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു, എർക്കോമായി. 5:23 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ, അവിടെയും ഫറോസിയ. 2 തെസ്സലോനിക്കർ 1:10 എർക്കോമായി. 2 തെസ്സലോനിക്കർ 2:1-8 ഫറോസിയ. ഈ 2 വാക്കുകളാണ് യേശു ഉപയോഗിച്ചത്. യേശുവിന്റെ വരവിനും യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കുള്ള 2 വാക്കുകൾ, ഫറോസിയ ആൻഡ് എർക്കോമായി. ജീസസും ഉപയോഗിച്ചത് അതേപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, യേശുവിന്റെ വചനം അങ്ങനെ തന്നെ അവന്റെ അപ്പോസ്തലൻ സഭയെ ബോധിപ്പിക്കുകയാണ്. ഓക്കെ, ശരി. 4:16 കമ്മിങ് വിത്ത് ഷൗട്ട്. 4:17 മേഘത്തിൽ വരുന്നു. 2 തെസ്സലോനിക്കർ 1:9-10 2 തെസ്സലോനിക്കർ 1:9-10 അന്നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് തന്റെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിന് അവൻ തന്റെ വല്ലഭത്വത്തോട് കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യാശ്രയിക്കുന്ന ശിക്ഷ അനുഭവിക്കും. കർത്താവിന്റെ മഹത്വത്തോടുള്ള കമ്മിങ് വിത്ത് ദ ഗ്ലോറി ആൻഡ് പവർ. രണ്ട് തെസ്സലോനിക്കർ 1:17 നോക്കിയേ. 1:7 ദൈവത്തെ അറിയാത്തവർക്ക് നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രതികാരം കൊടുക്കും. അപ്പുറത്തെന്താ? വിലപിക്കും. അത് ജഡ്ജ്മെന്റ്. ഇവിടെയും ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് പറഞ്ഞു. 4:16 ദൂതന്മാരുമായിട്ട് വരും എന്ന് പറഞ്ഞു. യേശു അവിടെ ദൂതന്മാരുമായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 3:13 തന്റെ ദൂതന്മാരുമായി വിശുദ്ധന്മാരുമായി വരുമെന്ന് പറഞ്ഞിരിക്കും. ട്രംപറ്റുമായിട്ട് വരും 4:16 പറഞ്ഞിരിക്കും. അവന്റെ അടുക്കിലേക്ക് ചേർത്തുകൊള്ളും എന്ന് 4:17 പറഞ്ഞിരിക്കുന്നു. റെഫറൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ 2 തെസ്സലോനിക്കർ ലേഖനം
2:1 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും ഈ വേർഡാണ് യേശു ദൂതന്മാരെ അയച്ച് അവൻ അവരെ ചേർത്തുകൊള്ളും. എപ്പിസുനേഗോഗേ. What is the meaning of എപ്പിസുനേഗോഗേ? സഭായോഗം എന്നാണ്. നമ്മുടെ ആളുകളെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് മധ്യാകാശത്തിലേക്ക് പോകുന്നു എന്നതിനല്ല സമാഗമനവും എന്ന് പറഞ്ഞാൽ യേശുവിനുള്ളവർ യേശുവിനോടൊപ്പം കൂടുന്ന നാൾ. മനസ്സിലാമോ? ഒന്നുകൂടെ പറഞ്ഞാൽ മാരേജ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാരേജ് മണവാട്ടി മണവാളന്റേതായി മാത്രം മാറുന്നു. അതാണ് ഗ്യാദറിംഗ്. അതായത് അന്ന് ചിതറിക്കിടന്ന സകല ആളുകളെയും താൻ ചേർത്ത് തൻ്റെതാക്കി മാറ്റുകയാണ്, തന്റെ ഭാര്യയാക്കി മാറ്റുകയാണ്. അതാണ് അവിടുത്തെ അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ യേശു ഇരിക്കുന്നിടത്തോട്ട് പോകുന്നു എന്ന അർത്ഥമല്ല പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 34 പറഞ്ഞേക്കുന്നത് ആ നാളും നാഴിക നിങ്ങൾ അറിയുന്നില്ല. 1 തെസ്സലോനിക്കർ 5:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആ സമയവും കാലവും നിങ്ങൾ അറിയുന്നില്ലെന്ന് പറയുന്നു. മത്തായി 4:38 സമാധാനമായിട്ടിരിക്കും, കല്യാണത്തിന് കൊടുത്തും കല്യാണത്തിന് എടുത്തും ഇരിക്കും എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് സമാധാനപരമായ ഒരു കാലത്തായിരിക്കും. അൺബിലീവേഴ്സ് അത് അവെയർ ആയിരിക്കത്തില്ല, കള്ളനെ പോലെ വരും. 1 തെസ്സലോനിക്കർ 5:3 പറഞ്ഞിരിക്കുന്നത് അവർക്ക് സമാധാനമെന്നും നിർഭയം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വന്നാൽ വരും. അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന സമാധാനം ഇവിടെയും അതുപോലെ തന്നെ സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നു. 5:3 പറഞ്ഞിരിക്കുന്നത് ഇത് അവർക്ക് പെട്ടെന്ന് വന്ന് ഭവിക്കും. അതായത് അൺബിലീവേഴ്സിന് അതങ്ങനെ മനസ്സിലാകത്തില്ല. അൺബിലീവേഴ്സ് അൺഅവെയർ ആയിരിക്കും കാര്യങ്ങൾ, പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് പറഞ്ഞിരിക്കുന്നു. കള്ളനെ പോലെ വരുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സോ ദീസ് ഓൾ തിങ്സ് ആർ കണക്റ്റഡ്. ഞാൻ ഒറ്റ വാക്ക് കൂടുതൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിലിടാം, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ശ്രദ്ധിക്കാം. ഞാൻ ഈ പറഞ്ഞു എന്റെ താല്പര്യം മത്തായിയുടെ സുവിശേഷത്തിൽ എന്തൊക്കെയാണോ നമ്മുടെ കർത്താവ് പറഞ്ഞത് ആ പറഞ്ഞതെല്ലാം തന്നെ അങ്ങനെ തന്നെ എടുത്ത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായി, ഇത്രയേ ഉള്ളൂ. മത്തായി 23, 24, 25 കർത്താവ് യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചും തന്റെ വരവിനെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ആ പദങ്ങൾ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനങ്ങളിൽ 1ഉം 2ഉം ലേഖനങ്ങളിൽ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ നടക്കണം. ഇത് രണ്ടും ദൈവത്തിന്റെ ജനത്തിന്റെ ഇസ്രായേലിന്റെ അവർക്ക് സംഭവിക്കാനുള്ള പ്രവചനത്തിന്റെ നിവർത്തിയാണ്. അവരുടെ മാരേജ്, റിസറക്ഷൻ, ദൈവരാജ്യത്തിന്റെ വ്യാപനം. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ ഇന്ന് പറഞ്ഞ് നിർത്താം. അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു, ഇല്ലേ? അതും കൂടെ മനസ്സിലാക്കിയിട്ട് ശേഷം നമുക്ക് പോകാം. ഈ രാജ്യത്തിന്റെ സ്ഥാപനം കൂടെ മനസ്സിലാക്കി പോകും. മത്തായിയുടെ സുവിശേഷം 24 വന്നാട്ടെ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളൂടെ പറയാം. ഒരു മനുഷ്യൻ 25:14 വാക്യം, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. നമുക്ക് ഈ താലന്തുകളുടെ കഥ അറിയാം. താലന്തുകളുടെ കഥ അവസാനിക്കുന്നത് കൊടുത്ത താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് യജമാനനെ കുറ്റം പറഞ്ഞ ദാസനെ, കൊള്ളരുതാത്തവനെ, ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും.
ശ്രദ്ധിക്കണേ നിങ്ങള്, ഇതിനോട് കണക്ട് ചെയ്യുന്ന വേറൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ ശതാധിപന്റെ വിശ്വാസം കണ്ട് അതിശയിച്ച കർത്താവ് പറയുന്നൊരു വാക്ക്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന്. ഈ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന്, ഞാനത് വിശദീകരിക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കുക, സഭയില്ലാത്തതുകൊണ്ടാണ്. അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. നിങ്ങൾ എടുത്ത വാക്യം മത്തായി 8:12. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാവും. അപ്പം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്ന ലോകത്തിന്റെ സകല ഇടങ്ങളിൽ നിന്നും രാജ്യത്തിന്റെ പുത്രന്മാർ, അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് സ്ഥാപിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, കിങ്ഡം ഓഫ് ഗോഡ് സ്ഥാപിക്കപ്പെട്ടു. എപ്പോഴാ ഇത് സ്ഥാപിക്കപ്പെടുന്ന? എല്ലാം ഒരു നിമിഷം, ഒറ്റ ഇൻസ്റ്റന്റ് ആയത്. ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം, മാരേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കമ്മിങ് ഓഫ് ദ സൺ ഓഫ് മാൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ ജെറുസലേം, ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ താലന്തുകളുടെ ഉപമയിൽ ഈ ദാസൻ അല്ലെങ്കിൽ ഈ യജമാനൻ എങ്ങോട്ട് പോയെന്നാ പറഞ്ഞേക്കുന്നത്? പരദേശത്തേക്ക് പോയി എന്ന്. ഓക്കെ, ഈ യജമാനൻ എന്തിനാണ് പരദേശത്തേക്ക് പോയത്? അതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് പോകേണ്ടത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ. ഒത്തിരി റെഫറൻസുകൾ നമ്മൾ പോകുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ചു മടങ്ങി വരണമെന്ന് വെച്ച്, അപ്പം ദൂരദേശത്തേക്ക്, എന്തിന് ഇവിടെ മത്തായി 25:14 പറഞ്ഞേക്കുന്നു, ആ മനുഷ്യൻ പരദേശത്തേക്ക് പോയി. എന്തിനു പോയി എന്ന് ഇവിടെയും റാത്തല, ഈ ഭാഷ മാത്രമേ മാറിയിട്ടുള്ളൂ. ഉപമ രണ്ടും സെയിമാണ്. 10 റാത്തൽ 5 ഒരു ദാസന് കൊടുത്തു, പിന്നെ 5 ഇങ്ങനെ താഴ്ത്തു കൊടുക്കും, ദ്രവ്യം പകർത്തു കൊടുക്കും. ഇദ്ദേഹം കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കാൻ എങ്ങോട്ട് പോയി? പരദേശത്തേക്ക്. ഇതൊരു കിങ്ഡം ഓഫ് ഗോഡിന്റെ ഒരു പ്രത്യേകത. ശ്രദ്ധിക്കണം, ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത. രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറയാം. ഹെറോദ് ദ ഗ്രേറ്റ് മരിച്ചപ്പോ, ഈ ഉദാഹരണമൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ സംഭവം. ഹെറോദ് ഗ്രേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാരാണ് രാജ്യത്തെ പിന്നെ നടത്തേണ്ടത്. അദ്ദേഹത്തിന്റെ പുത്രന്മാർ നടത്തണം. പക്ഷേ ഹെറോദ് ഗ്രേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ പുത്രന്മാർക്ക് നേരിട്ട് സിംഹാസനത്തിലേക്ക് വരാൻ പറ്റില്ല. കാരണം അന്ന് ഇസ്രായേലിന്റെ ഡോമിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ കിങ്ഡത്തിന് ഒരു കസ്റ്റം ഉണ്ട്. ശ്രദ്ധിക്കണം, കിങ്ഡത്തിന്റെ കസ്റ്റം. ഈ നമ്മൾ പറയത്തില്ല, ഈ യേശുക്രിസ്തു എന്തിനാ രാജ്യത്വം പ്രാപിക്കാൻ അവിടെ പോയി എന്നൊരു ചോദ്യം മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ആൻസർ, അതായത് കിങ്ഡത്തിന്, അതായത് കിങ്ഡം ഓഫ് ഗോഡ് അല്ലെങ്കിൽ കിങ്ഡം സാമ്രാജ്യത്തിന് ഒരു പ്രോട്ടോകോൾ ഇങ്ങനെയാണ്. ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ ഇവന്റ് പറഞ്ഞ ശേഷം പറയാം. ഈ റോമാണ് അന്ന് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റോം ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റോമിന്റെ അധീനതയിലാണ്, കോളനി ആയിട്ടാണ് ഇസ്രായേൽ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ രാജാവ് മരിച്ചപ്പോൾ പുത്രന്മാർക്ക് ഡയറക്റ്റ് ആയിട്ട് സിംഹാസനത്തിലേക്ക് കയറാൻ പറ്റില്ല. മറിച്ച് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ മകനായ, അതായത് ഹെറോദിന്റെ മകനായ അർക്കെലിയൂസ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അർക്കെലിയൂസ് റോമിലേക്ക് യാത്ര ചെയ്ത്
സീസറെ കണ്ട് രാജ്യത്തിന്റെ ഇൻഹെറിറ്റൻസ് വാങ്ങി, അതായത് ഭരിക്കാനുള്ള രാജത്വം വാങ്ങി. അതിന്റെ അർത്ഥം, ഓഹ് മൈ ഗുഡ്നസ്, ഇതിന്റെ അർത്ഥം റോമാണ് ഡെമോൺസ്ട്രേറ്റ് സുപ്പീരിയോറിറ്റി ഓഫ് റോം. അതായത് റോമാണ് ഈ നാടിന്റെ പിറകിൽ എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഈ ഇസ്രായേലിലെ ഹെറോദിന്റെ മകനായ അർക്കലിയൂസ് റോമിൽ ചെന്ന് ഇവിടം ഭരിക്കാനുള്ള അവകാശം വാങ്ങിച്ചു. അർക്കലിയൂസ് റോമിലെത്തി. യഹൂദന്മാർക്ക് ഇവർക്കൊന്നും യഹൂദന്മാർക്ക് ഒരു മറുപടിയും പറയാൻ പറ്റാത്ത നിലയിൽ ഇവര് വളരെ ഭയന്നിരുന്നു. അങ്ങനെ യഹൂദന്മാര് ചില അംബാസഡേഴ്സിനെ റോമിലേക്ക് അയച്ചിട്ട് പറഞ്ഞു അർക്കലിയൂസിനെ ഒരിക്കലും രാജാവാക്കരുതെന്ന് അപേക്ഷിച്ചു. പക്ഷെ സീസർ എടുത്ത തീരുമാനം പോലെ തന്നെ അർക്കലിയൂസ് യഹൂദയുടെ രാജാവായി, ജൂഡയുടെ രാജാവായി തുടർന്നു. ഞാൻ ഈ പറഞ്ഞൊരു വലിയൊരു പോയിന്റാണ്. അതായത് നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇവിടെ തന്നെ അങ്ങ് ചുറ്റിപ്പറ്റി നിന്ന് രാജ്യം സ്ഥാപിക്കുന്നതിന് പകരം ഇവൻ പരദേശത്തേക്ക് പോയി. ഈ പരദേശത്തേക്ക് പോകുന്ന ആ ഒരു ചിത്രം നമുക്ക് ദാനിയേലിന്റെ പ്രവചനത്തിൽ കാണാൻ പറ്റും. നമ്മളത് മുമ്പൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പഠനത്തിന്റെ വഴിയിൽ ആ വാക്യം കൂടെ വായിച്ചു പോകുന്നത് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കണം. ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നോക്കി. 7-ാം അധ്യായം വാക്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ഒന്നുകൂടെ നോക്കൂ. 13-ാം വാക്യം, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രന്റെ സദർശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കൊണ്ടു. നമ്മുടെ ഇവിടെ പരദേശത്തേക്ക് പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു, മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ആ മേഘങ്ങളിൽ താഴെന്ന് കണ്ടത് മുകളിൽ നിന്ന് കണ്ടെന്നേ ഉള്ളൂ. ആകാശമേഘങ്ങളോട് വരുന്നത് കൊണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അർക്കലിയൂസ് റോമിൽ സീസറിന്റെ അടുക്കൽ ചെന്നതുപോലെ അത്യുന്നതന്റെ അടുക്കൽ ചെന്നു. ഇത് വലിയ ട്രൂത്താട്ടോ. അത്യുന്നതൻ ഈ ട്രൂ ഗോഡിനെ ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത് യഹോവ എന്ന പേരിലല്ല. ഫാദർ ഗോഡിനെ, ഫാദറിനെ എപ്പോഴും പിതാവായ യേശു പറഞ്ഞ പിതാവിനെ ബൈബിൾ അഭിസംബോധന ചെയ്യുന്നത് അത്യുന്നതൻ, മഹോന്നതൻ എന്നാണ്. ഒരിടത്ത് പോലും യേശു ക്രിസ്തു വെളിപ്പെടുത്തി ആ പിതാവിനെ പഴയ നിയമത്തിൽ യഹോവ എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട പോയിന്റാ. അവിടെയെല്ലാം അത്യുന്നതൻ, മഹോന്നതൻ, എലിയോൺ എന്ന പേരിലാണ് നമ്മുടെ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. അർക്കലിയൂസ് സീസറിന്റെ അടുക്ക പോയ പോലെ യേശു അവിടെ ചെന്നു. അവൻ വയോധികന്റെ അടുക്ക ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ വരുത്തുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവർക്ക് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. ഓ മൈ ഗുഡ്നസ്. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. പരദേശത്തേക്ക് പോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിപ്പാൻ പരദേശത്തേക്ക് പോയി. ആരായത്? നമ്മുടെ കർത്താവാ. അപ്പൊ യേശു ക്രിസ്തു പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്തുകൊണ്ടാ വന്നേ? രാജത്വം കൊണ്ടാ വന്നേ. അപ്പം യേശു ക്രിസ്തു മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോ സംഭവിച്ചതാ. ഞാൻ ഇത് പറഞ്ഞു വരുന്നത്, രാജത്വം പ്രാപിച്ചു മടങ്ങി വന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്? നിങ്ങൾ നോക്കിയേ 19-ാം അധ്യായത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഉള്ളവനും ഏവനും കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളത് കൂടെ എടുത്തു കളയും എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളവിനെന്ന് കൽപ്പിച്ചു. യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന വേളയിൽ യഹൂദന്മാര് പറഞ്ഞെന്താ? ഇവനല്ല ഞങ്ങളുടെ രാജാവ്, കൈസറാണ് ഞങ്ങൾക്ക് രാജാവ്. യേശുക്രിസ്തുവിന്റെ രാജത്വത്തെ നിഷേധിച്ചവരെ അവന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. രാജത്വം പ്രാപിച്ചു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കിങ്ഡം വന്നു. ആ ക്രൈസ്റ്റ് വന്നപ്പോ രാജത്വം വന്നു. അവൻ ആദ്യം വന്നപ്പോഴോ ഗവൺമെന്റുമായിട്ടാ വന്നേ. പിടികിട്ടിയോ? ഗവൺമെന്റുമായിട്ടാ വന്നേ. ഈ കെയിം വിത്ത് ഗവൺമെന്റ് അവന്റെ തോളിലുണ്ടായിരുന്നു.
ആ രാജ്യത്തിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ രാജ്യം ചുമന്നുകൊണ്ട് വന്നു, ഇവിടെ വന്നിട്ട് അത് സ്ഥാപിച്ചു. എന്നിട്ട് ആ രാജ്യത്തിന്റെ അധികാരിയായി, നിത്യരാജാവായി, നിത്യാധിപത്യത്തിന്റെ ആളായി യേശുക്രിസ്തു അവരോധിക്കപ്പെട്ടത് അവന്റെ രണ്ടാമത്തെ മടങ്ങി വരവിലാണ്. മനസ്സിലാവും? മുകളിൽ ചെന്നിട്ട് ആലോചിച്ചു, മുകളിൽ ചെന്നിട്ട് പിതാവിന്റെ കയ്യിൽ നിന്ന് സകല വംശങ്ങളും ജാതികളും അവനെ സേവിക്കേണ്ടതിന് അധികാരം, നിത്യാധിപത്യവും നിത്യരാജ്യവും കൈവശപ്പെടുത്തി ഔട്ടിങ് ഇറങ്ങി വരിക. അപ്പൊ ആ ഇറങ്ങി വന്നപ്പോ രാജ്യം കൊണ്ടാ വന്നത്. ആ വന്നപ്പോൾ ഇസ്രായേൽ നശിക്കപ്പെട്ടു. ആ വന്നപ്പോൾ അവനെ രാജാവായിട്ട് അംഗീകരിക്കാത്തവരെ കൊന്നുകളഞ്ഞു. ആ വന്നപ്പോൾ മരിച്ചവർക്ക് ഉയർപ്പുണ്ടായി. ആ വന്നപ്പോൾ ഉയർത്തവർക്ക് വെഡിങ് ഉണ്ടായി. എന്തും മനോഹരമായ സംഭവങ്ങളാണ് ഒരൊറ്റ ഇൻസ്റ്റന്റിൽ സംഭവിക്കുന്നത്. ആ വന്നപ്പോൾ എന്നേക്കുമായുള്ള പാപങ്ങൾക്ക് പരിഹാരം വരുത്തി, രാജ്യം സ്ഥാപിക്കപ്പെട്ടു, നിത്യരാജ്യത്വം സ്ഥാപിക്കപ്പെട്ടു. ഈ ഉപമകൾ നിങ്ങൾ വീണ്ടും പഠന വിധേയമാക്കാൻ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുക. അവിടെയാണ് ഉയർപ്പ് നടന്നത്. ആ ഉയർപ്പ് നടന്നെങ്ങനെ? രാജ്യത്തിന്റെ പുത്രന്മാരെ പിടിച്ച് ഇരുട്ടി തള്ളിക്കളഞ്ഞു. ഇവരെ എടുത്ത് ഇരുട്ടിലേക്ക് തള്ളുമ്പോൾ ഇപ്പുറത്ത് പന്തിയിൽ ആയിരിക്കുന്നു? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? They were resurrected. Resurrection happened in the kingdom of God. So kingdom of God ഒരിക്കലും ഐഹികമല്ല. അതിന്റെ അർത്ഥം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നാമും മരിച്ചുപോയ വിശുദ്ധന്മാരും all of them are resurrected. We are in the kingdom of God. ഒന്നുകൂടെ പറഞ്ഞാൽ kingdom of Godനകത്ത് രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് കാണുന്നത്, രണ്ട് കാണാത്തത്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം, eternal. So Jesus Christ, he went to heaven. Oh, I love it. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ ഭൂമിയിലെ സാമ്രാജ്യത്തിന്റെ പിറകിൽ ഒരു മുഴു സ്വർഗമുണ്ട്. So that is the protocol of the kingdom. So the king has to receive the kingdom from the supreme kingdom. സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ ആ ഹെവൻലി കിങ്ഡത്തിൽ ചെന്നിട്ടാണ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടേണ്ട രാജ്യത്തിന്റെ അധികാരവുമായിട്ട് യേശു ഇറങ്ങി വരിക. മനോഹരമായി നോക്കി. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, when I am preaching, I am telling the truth. When I am teaching this word to you, the all heaven is behind me. The all heaven is supporting me. ഇത് കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളത്. ഒരു സാമ്രാജ്യം നമ്മുടെ പുറകിലുണ്ട്. Oh, glory to God. So when you are telling something, that is the voice. That is the voice of the supreme king. നിങ്ങളുടെ അധികാരം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് സ്വർഗത്തിലേതാണ്. എന്തെങ്കിലും പറയുമ്പോൾ അത് സ്വർഗീയമാണ്. കാരണം you are not a flesh. ഇവിടെ രണ്ട് ഗ്രൂപ്പാണ്, resurrected people. They are in the യേശുവിന്റെ നാമത്തിൽ. ആമേൻ. Glory to God. ദൈവരാജ്യം, ആ രാജ്യത്തിന്റെ മഹത്വം നമ്മൾ അതിലേക്ക് പോകും കേട്ടോ. we are going to go. നമ്മൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ സ്കൂൾ എന്തായാലും എക്സ്ക്ലൂസീവ് ആയിട്ടാണ്. അവിടെ എങ്ങനാണ് ആഫ്റ്റർ ചെല്ലുവയ്ക്കും, യേശു വരത്തില്ല, ഉയർപ്പുമില്ല, ഇനിയിപ്പം എന്തുവാ നിങ്ങൾ എന്തായി പറയുന്നേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. ഒരു ജീവിതമുണ്ട് പ്രിയരെ. വേദപുസ്തകം പറയുന്ന ഒരു മഹത്വമുള്ള ജീവിതമുണ്ട്. അതിപരിശുദ്ധമായ ജീവിതം, അതിപരിശുദ്ധ സ്ഥലത്തൊരു ജീവിതമുണ്ട്. ദൈവത്തോടൊപ്പമുള്ള ഒരു ജീവിതമുണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ല. അത് ചത്തിട്ട് യേശു വന്നിട്ട് ഇനി കാണാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല. So we need to prove it. We need to prove it, and God is going to do it in your life. God is going to demonstrate in your life. നിങ്ങൾ അത് കാണാൻ പോകുക. നിങ്ങൾ അത് കണ്ടേ പോകൂ. It's very, very important. So I just want to encourage you, brothers and sisters, to don't miss the school. ഞാൻ കിങ്ഡം സ്കൂൾ മിസ് ചെയ്യരുത്. ഞാൻ so excited because ഞാനത് എവിടെ തുടങ്ങണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്. കർത്താവിനോട് പറഞ്ഞ മക്കളെ ആദ്യം കിങ്ഡത്തിന്റെ കാര്യം പറ. കാരണം നമ്മളൊരു വീട് വെച്ചിട്ടല്ലേ താമസിക്കട്ടെ. അതായത് ഒരു സേഫ് ആയിട്ടൊരു ഒരു ഫണ്ടമെന്റൽ ഒരു കൺസ്ട്രക്ഷൻ ഇതിനകത്ത് ഉണ്ടാവണം. സോ ദാറ്റ് നമുക്ക് ഇതിനകത്ത് we can rejoice, we can enjoy the life of the kingdom of God.
I believe that something supernatural is going to come. So the people of God is going to live like the sons of God. ദൈവ മക്കളായിട്ട്. ഹല്ലേലൂയ. വാക്കുകളിലല്ല, വർത്തമാനത്തില. ഞാൻ ദൈവമകനാണെന്ന് പറയുകയല്ല. ഡെമോൺസ്ട്രേറ്റിംഗ് the power of the sons of God. അധികാരം, ശക്തി, പ്രഭ, ഗ്ലോറി, ആ മഹാരാജാവിന്റെ മുഴുവൻ മഹിമയും വെളിപ്പെടുത്തുന്ന തേജസ്സേറിയ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. നാം ഒരുമിച്ച് പോവുക. We are declaring it in the mighty name of Jesus. So I want to finish now what Jesus taught in Matthew chapter 23 and 24 and 25. Apostle Paul took the same verses, same word, and he reminding, വീണ്ടും തന്റെ സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ്. It's going to happen. That means Jesus പറഞ്ഞത് destruction of Jerusalem. അങ്ങനെയെങ്കിൽ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് the time of the destruction of Jerusalem. പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും കൊന്നുകളഞ്ഞവരുടെ മേലുള്ള പ്രതികാരത്തിന്റെ ദിവസം, അഗ്നിജ്വാലയിലുള്ള പ്രത്യക്ഷത, ഇതെല്ലാം ഒന്നാണ്. മേഘപ്രത്യക്ഷത, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷത, വിശുദ്ധന്മാരുടെ കൂടെയുള്ള പ്രത്യക്ഷത, ദൂതന്മാരുടെ കൂടെ, എല്ലാം ഒറ്റ പ്രത്യക്ഷതയുള്ളൂ. There is not different type of parousia. There is only one parousia, coming of the Son of Man. Beautiful, glorious revelations. So I want to tell you one thing, and I want to finish now. We are in the kingdom of God. It's very, very urgent. You are in the kingdom. Unfortunately, Christians miss this point. കൈവിടപ്പെട്ടു പോയാൽ എന്ന് പേടിച്ച് നിൽക്കുന്ന അവർ കൈവിടപ്പെട്ട അവസ്ഥയിലാണ്. They do not know what to preach. They do not know which hope, എന്ത് പ്രത്യാശയാണ് ലോകത്തിന് കൊടുക്കാനുള്ളത് ക്രിസ്തീയ സഭയ്ക്ക്. നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല. നമുക്ക് ചത്ത ശേഷം ഇനി വരാൻ പോകുന്നു എന്ന് പറഞ്ഞവനെല്ലാം മോർച്ചറിക്കകത്തും സെമെട്രിക്കകത്തും ഇരിക്കും. ഇതൊന്നുമല്ല സഭയുടെ ഇതൊന്നുമല്ല സഭ ലോകത്തിന് കൊടുക്കേണ്ട പ്രത്യാശ. തെറ്റിപ്പോയി. വിഷമത്തോടെ പറയാൻ തെറ്റിപ്പോയി. യേശു മടങ്ങി വരുന്നു എന്നത് ഒരിക്കൽ പോലും ലോകത്തിലുള്ള പ്രത്യാശയല്ല. യേശു മടങ്ങി വരുന്നത് ക്രിസ്ത്യാനി ലോകത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ സെൽഫിഷ്നെസിന്റെ ദൂതാണ്. സെൽഫിഷ്നെസ്. ക്രിസ്ത്യാനി വെറും സ്വാർത്ഥനാണ് എന്നതിന്റെ മെസ്സേജാണ് യേശു വരുന്നത്. കാരണം യേശു വരുമ്പോ ഇവന്മാർക്കറിയാം നമ്മൾ പോകും, പിന്നെ ഇവിടെ കിടന്നവനെ കുത്തുകൊള്ളും, അന്തിക്രിസ്തുവിനെ തലവെട്ടും, ആകാശം കത്തും, യുദ്ധം ഉണ്ടാകും, ക്രാഷ്. നമ്മൾ ലോകത്തിന്റെ മുമ്പിലെ തീവ്രവാദികളാണ്, വെറും തീവ്രവാദികൾ. സ്വാർത്ഥതയുടെ കൂടാണ് നമ്മൾ പറയുന്നത്. ഇതൊന്നും പ്രത്യാശയാ? ഇതാണോ ലോകത്തിന് കൊടുക്കേണ്ട സന്ദേശം? ലോകത്തിന് കൊടുക്കേണ്ട സന്ദേശം എന്നറിയാമോ? ദൈവം മരണത്തിന് നീക്കം വരുത്തിയിരിക്കുന്നു, പാതാളത്തെ ജയിച്ചിരിക്കുന്നു, രാജ്യത്തെ സ്ഥാപിച്ചിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്, യേശുക്രിസ്തുവിന്റെ ജീവനിലേക്ക് വാ എന്ന് ജനത്തെ വിളിച്ചു കൂട്ടണം. നമ്മൾ പള്ളിയും മതവുമല്ല വിഷയം. Come and enjoy the life of Jesus Christ. ധൈര്യത്തോടെ ദൈവകൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ, അവന്റെ അടുക്കലേക്ക്, അവന്റെ കരുണാസനത്തിനടുക്കലേക്ക്, കൃപാസനത്തിലേക്ക്, മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് മക്കളെ ഓടി വാ എന്ന് വിളിച്ച് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആനന്ദത്തിന്റെയും ജീവിതം നയിക്കാൻ ദൈവം നിങ്ങൾക്ക് പ്രാപ്തി തരട്ടെ. മതങ്ങൾ ഉപേക്ഷിക്കുക. ചില പള്ളിക്കകത്ത് കയറി ചെന്ന വിശുദ്ധി, വേർപാട്, വിശുദ്ധി, സ്റ്റുപ്പിഡ്, റബിഷ്. I'm sorry, ആ വാക്ക് പറഞ്ഞ ക്ഷമിക്കുക. വിശുദ്ധി, വേർപാട്. People are living in. ഒരു കൂട്ടം ആളുകള്, ഒരു കൂട്ടം പെണ്ണുങ്ങള് പർദ്ദക്കകത്ത് ജീവിതം വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു കൂട്ടം പെണ്ണുങ്ങള് വെള്ളസാരിക്കകത്തും ഒരു സ്കാർഫും കെട്ടി പഴുത്ത് മുറുക്കി ശവം പോലെ ഇരിക്കുന്നു. Religion. We have no message to preach to the world. Rise up, sons of God. എഴുന്നേക്ക്. അറിയാവുന്നവരോടൊക്കെ പറ, കർത്താവിന്റെ രാജ്യത്തിലാണ്. നമുക്കൊരു അപ്പനുണ്ട്, സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാന്ന് പറ. അറിയത്തില്ല ഇവർക്ക്.
നിങ്ങൾ ദൈവമക്കളെന്ന് പറയും. ഹിന്ദുവിനെ നോക്കി നീ ദൈവ മകനാന്ന് പറ, അവന്റെ മുഖത്ത് ചിരി നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവം നിന്നെ സ്നേഹിച്ചിരിക്കുന്നെന്ന് പറ, ദൈവം നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന് പറ, നീ മഹാദൈവത്തിന്റെ മകനാന്ന് പറ. So let us move. May the Lord richly bless you, dear. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. I love you all. പരിശുദ്ധാത്മാവും ദൈവവും പിതാവും പുത്രനും പരിശുദ്ധവും എല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു. സോ അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് നാളെ പോകാം. കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ.